السلام عليكم ورحمة الله. الحمد لله الذي أنعمنا وأسعدنا بشهر رمضان المبارك، وهو الذي أدخلنا العشر الأواخر من رمضان، والصلاة والسلام على القائل: من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. وهو الذي قال أيضا: إنما بعثت لأتمم مكارم الأخلاق. وقال: خياركم خياركم لأهله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബ് ഏറെ പവിത്രവും പരിഭാവനവും പരിശുദ്ധവുമാക്കിയ പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് വളരെ വേഗത്തിൽ കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ റമളാനിൻ്റെ സൽക്കർമ്മനിരതമായ പാഥേയം സംഭരിക്കുന്നിടത്ത് ഏറെ നിർണായകമായി തീരുന്ന അവസാനത്തെ 10 മണിക്കൂറുകളിലൂടെയാണ് ഞാനും നിങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ കർമ്മധർമ്മങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ ഇസ്ലാമിക ഉമ്മത്തിന് പ്രതീക്ഷയുടെയും അതിജീവനത്തിൻ്റെയും ആത്മസംസ്കരണത്തിൻ്റെയും റമളാനാക്കി തീർക്കുമാറാകട്ടെ. ഇന്ന് ഈ വിജ്ഞാനവേദിയിൽ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അല്പസമയം സംസാരിക്കുവാനുള്ളത്. ഇന്നത്തെ കളക്ഷൻ എൻ്റെ നാട്ടിൽ ഞങ്ങളൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അത്താണിയുടേതാണ്. കണ്ണീരൊപ്പാൻ കൈകോർക്കുക എന്ന സന്ദേശത്തിൽ വിവിധ ജീവകാരുണ്യ പ്രവർത്തന പദ്ധതികൾ ഇന്ന് നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അത് എത്രമേൽ കനമുണ്ടെങ്കിലും വെറുതെയാകാത്ത വിധത്തിൽ നന്മയാഗ്രഹിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മകളിലൂടെ നിരാലംബരായ നിരവധി മനുഷ്യർക്ക് വിവിധ തരത്തിലുള്ള ആശ്വാസം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. തൗഹീദി ബോധനവും തസ്കിയത്തും മുന്നിൽ വെച്ചുകൊണ്ട് ട്രഡീഷൻ ചാരിറ്റിയിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുടെ പരലോകം കൂടി രക്ഷപ്പെടണമെന്ന ദഅവത്തിൻ്റെ കാമ്പും കാതലും ഉൾപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനം 10 സബ് കമ്മിറ്റികളുമായി ഒരുപാട് അശരണരായ ആളുകൾക്ക് അത്താണിയാകുന്ന ഈ സംവിധാനത്തെ അടുത്തറിയാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അത്താണി പുല്ലൂർ എന്ന് ATHANI അത്താണി സ്പേസ് PULLOR പുല്ലൂർ എന്ന് ടൈപ്പ് ചെയ്താൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും മുമ്പ് നടന്നുപോയതുമായ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞ് ഒരു സംവിധാനത്തെ മനസ്സിലാക്കിക്കൊണ്ട് സക്കാത്തിൽ നിന്നോ സദഖയിൽ നിന്നോ നീക്കി വെക്കാനുള്ള ഇൻഷാ അല്ലാഹ് അവസരമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുറത്തുള്ള ബക്കറ്റിൽ ക്ലാസ് കഴിയുന്നതിനിടക്ക് പോകുന്നവരൊക്കെ ഈ അവസാനത്തെ 10 ഏറ്റവും അനർഘ നിമിഷത്തെ സമ്പത്തിൻ്റെ ഒരു വിഹിതം നീക്കി വെച്ച് അങ്ങനെ തൗബയിലൂടെ ഇസ്തിഗ്ഫാറിലൂടെ തിലാവത്തുൽ ഖുർആനിലൂടെ പരമകാരുണികനായ പടച്ച റബ്ബിലേക്ക് നമ്മളങ്ങനെ പടിപടിയായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പടപ്പുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഭാഗതയും ഭംഗിയോടെ ഭക്തിയോടെ നിറവേറ്റപ്പെടുന്ന സംവിധാനവുമായി നിങ്ങൾ സഹകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വിജയകരമായ ക്രിയാത്മകമായ ആത്മീയ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലായി അത് മാറും.
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബം എന്ന വിഷയം പുതിയ കാലത്ത് എത്രമേൽ ഗൗരവത്തോടെ കാര്യബോധത്തോടെ കൈകാര്യം ചെയ്യണം, പറയുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഒരു സമൂഹത്തിലെ ചെറിയ യൂണിറ്റാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരു മഹല്ല് നന്നാകണം, ഒരു പ്രദേശം നന്നാകണം എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അവിടുത്തെ കുറേ കെട്ടിടങ്ങളും ബിൽഡിങ്ങും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നന്നായാൽ ഇന്ന നാട് നന്നായി, പ്രദേശം നന്നായി, മഹല്ല് നന്നായി എന്ന് നമ്മൾ പറയാറില്ല. പല മാനദണ്ഡങ്ങളും വെച്ച് അങ്ങനെ സാങ്കേതികമായി പറയാറുണ്ടെങ്കിൽ പോലും ആത്മാവനുസരിച്ച് ഒരു മഹല്ലും പ്രദേശവും നാടുമൊക്കെ നന്നാകുന്നത് ആ പ്രദേശത്തിൻ്റെ ചെറിയ യൂണിറ്റാകുന്ന കുടുംബഘടനകൾ, കുടുംബ സംവിധാനങ്ങൾ നന്നായി തീരുന്ന സമയത്താണ്. കുടുംബത്തിലെ അഥവാ ആ നാട്ടിലെ ആ പ്രദേശത്തെ വിവിധ കുടുംബങ്ങൾ ധാർമ്മികമായി സദാചാരപരമായി ലക്ഷ്യബോധത്തിൽ നന്മയാർന്ന നിലപാടുകൾ സ്വീകരിച്ച് ഒരു സമൂഹത്തിൻ്റെ ഒരു മഹല്ലിൻ്റെ മുന്നിൽ നടക്കാൻ പ്രാപ്തി നേടുമ്പോൾ, അതല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ വഴിവിളക്കായി തീരുമ്പോൾ, അങ്ങനെ ലക്ഷ്യബോധമുള്ള നന്മയുള്ള സദാചാരബോധമുള്ള കുറേ കുടുംബങ്ങൾ ഒരു നാട്ടിലുണ്ടാകുമ്പോൾ ആ പ്രദേശം, ആ നാട്, ആ മഹല്ല് ധാർമ്മികമായി നന്മയിൽ സദാചാരത്തിൽ നല്ല നിലവാരത്തിലാണ് എന്ന് പറയും. പക്ഷേ ഇന്ന് പലപ്പോഴും ഒരു നാടിൻ്റെ സാംസ്കാരിക തനിമയെ, ധാർമ്മിക മേഖലയെ നിലനിർത്തുന്നിടത്ത് പലപ്പോഴും പലർക്കും ഭാഗതയെ നിർവഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, പല പ്രദേശങ്ങളെയുമൊക്കെ പരിഹാസ്യമാക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന പല റിപ്പോർട്ടുകളും പല ഭാഗങ്ങളിൽ നിന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൻ്റെ ചെറിയ യൂണിറ്റായ കുടുംബഘടനകളെ നന്നാക്കി തീർക്കുന്നിടത്ത് വലിയ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം. കേരളീയ സമൂഹം പൊതുവിൽ, കാരണം നമ്മൾ പാശ്ചാത്യ സമൂഹത്തെ പോലെയല്ല പൗരസ്ത്യ സമൂഹം എന്ന് പറയുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്പിലുമൊക്കെ കുടുംബഘടനകൾക്ക് വലിയ പ്രാധാന്യമില്ല, ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുന്നതിന്. എന്നാൽ പൗരസ്ത്യ സമൂഹത്തിൻ്റെ പ്രത്യേകത, വിശിഷ്യ കേരളീയ സമൂഹം എന്നൊക്കെ പറയുന്നത് ജാതി മതഭേദമന്യേ എല്ലാ മതവിഭാഗങ്ങളും കുടുംബ സംവിധാനങ്ങൾക്ക് പ്രയോറിറ്റി കൽപ്പിക്കുന്നവരാണ്. മാതാവ്, പിതാവ്, വല്യുമ്മ, വല്യുപ്പ, അച്ഛൻ, അമ്മ, മകൻ, മകൾ എന്നൊക്കെയുള്ള എല്ലാ ജീവിതയാത്രയിലെ വിവിധ പൊസിഷനുകളെയൊക്കെ അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റിയോടെ നോക്കിക്കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കേരളീയ സമൂഹം അങ്ങേയറ്റത്തെ സാംസ്കാരിക തനിമയോടെ കാത്തു സൂക്ഷിക്കുന്ന കുടുംബ മേഖലകളിൽ അപച്യുതികൾ സംഭവിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇനി ആ ഭാഗവും മാറ്റിവെച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിനായിരുന്നാലും മറ്റുള്ളവർക്കായിരുന്നാലും നമുക്കൊക്കെ ആയിരുന്നാലും വലിയ പ്രതീക്ഷ നൽകേണ്ട, വഴി കാണിച്ചു കൊടുക്കേണ്ട, കുടുംബ വിഷയത്തിലായിരുന്നാലും അതല്ലാത്ത വിഷയങ്ങളിലായിരുന്നാലും മാതൃക കാണിച്ചു കൊടുക്കേണ്ട ഇസ്ലാമിക ഉമ്മത്തും മുസ്ലിം ഉമ്മത്തിലെ കുടുംബങ്ങളും. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലിംറാനിലെ 104-ാമത്തെ ആയത്തിൽ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങളിൽ നിന്നൊരു ഉമ്മത്ത് ഉടലെടുക്കണം. എന്താണ് ആ ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന, തിന്മക്കെതിരെ നിൽക്കുന്ന, തെറ്റിനോട് തെറ്റി നിൽക്കുന്ന ഒരു ടീം നിങ്ങളിൽ നിന്ന് ഉണ്ടായിത്തീരണമെന്ന് പറയാം. ആരാണ് ആ വിഭാഗം എന്ന് പറയുന്നത്? 3-ാം അധ്യായം സൂറത്ത് ആലിംറാനിലെ 110-ാമത്തെ ആയത്തെത്തുന്ന സമയത്ത് നേർക്ക് നേരെ ഇസ്ലാമിക സമൂഹത്തിന് ആ കനപ്പെട്ട ദൗത്യം അള്ളാഹ് ഏൽപ്പിച്ചു തരികയാണ്. അഥവാ നമുക്കെല്ലാം കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാകുന്നു ആ വിഭാഗം. അതാണ് കുൻതും ഖൈറ ഉമ്മത്തിൻ, നിങ്ങളാകുന്നു സമൂഹത്തിലെ മനുഷ്യരിലെ ഉത്തമർ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഡ്യൂട്ടി? നമ്മുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും മുസ്ലിം ഫാമിലികളുടെയും ഇസ്ലാമിക സമൂഹത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട വിഭാഗമാണ്. കേരളത്തിൽ 3.5 കോടിയോ അതിലധികമോ ജനങ്ങളുണ്ട് എങ്കിൽ, 90 ലക്ഷത്തിലധികം മുസ്ലിമീങ്ങളാണ് എങ്കിൽ
ഈ 90 ലക്ഷത്തിലധികം വരുന്ന മുസ്ലിം ജനസാമാന്യത്തിൻ്റെ മതബാധ്യതയാണ് 2 കോടിയോളം വരുന്ന ഇതര ജനവിഭാഗങ്ങൾക്ക് അവരുടെ വ്യക്തി, ദാമ്പത്യ, കുടുംബ, സാമൂഹിക, സാംസ്കാരിക, ധാർമ്മിക, ജീവിത മേഖലകളിലേക്കെല്ലാം വഴിയും വെളിച്ചവുമായി തീരുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് ആഗോളതലത്തിലെടുത്താൽ 800 കോടിയിലധികം വരുന്ന ജനസംഖ്യ ലോകത്ത് ഭൂമിയിലുണ്ട് എങ്കിൽ അതിൽ 200 കോടിയോളം വരുന്നവരാണ് മുസ്ലിമീങ്ങളെങ്കിൽ ഈ 200 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ് 600 കോടിയോളം വരുന്ന മനുഷ്യർക്ക് മാർഗദർശനദായകമായ പ്രായോഗിക ആത്മീയ ജീവിതം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തൊന്നാകെ നന്നാക്കാൻ നമുക്ക് കഴിയില്ല. അതേപോലെ തന്നെ ഇനി കേരളത്തിലെ എല്ലാവരെയും നന്നാക്കാൻ നമുക്ക് കഴിയില്ല എങ്കിൽ നമ്മൾ നമ്മുടെ മഹലിലേക്ക്, നാട്ടിലേക്ക്, ഏരിയയിലേക്ക് വന്ന് അവനവൻ്റെ കുടുംബത്തിലേക്കെങ്കിലും ഒന്ന് സമയം കൊടുത്ത്, സാന്നിധ്യം കൊടുത്ത്, സഹവാസം കൊടുത്ത്, മതവും മനഃശാസ്ത്രവും മനസ്സിലാക്കിയുള്ള ഇടപെടലുകൾ നടത്തി 66-ാം അധ്യായം സൂറത്തു തഹരീമിലെ 6-ാം സൂക്തത്തിൽ അള്ളാഹ് നമ്മെ ഏൽപ്പിച്ച അമാനത്തെങ്കിലും ഏറ്റെടുക്കുന്നിടത്തേക്ക് എത്തണമെന്നാണ് ഈ വിഷയത്തിൻ്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകുൻ നാറാ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങളെ രക്ഷപ്പെടുത്തണം. അപ്പോൾ ആദ്യം പെർ പേഴ്സൺ എന്ന നിലക്കാണ് അള്ളാഹുവിൻ്റെ കൽപ്പന, നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന്. കാരണം പരലോകത്തെത്തുമ്പോൾ ഫർദ ഓരോരുത്തരും സിംഗിളായി പെർ പേഴ്സൺ എന്ന നിലക്കാണ് വരിക. സൂറത്തു അബസ 80-ാം അധ്യായം അബസയിലെ അവസാന ഭാഗത്ത് ഫൈദാ ജാഅത്തിസ് സ്വാഖ, ആ ഘോരശബ്ദം വന്നു കഴിഞ്ഞാൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, മനുഷ്യൻ അവൻ്റെ സഹോദരനിൽ നിന്ന് ഓടി അകലുകയാണ്. വ ഉമ്മിഹി വ അബീഹി, അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന്, വസാഹിബതിഹി വ ബനീഹി, അവൻ്റെ മക്കളിൽ നിന്ന്, ഇണയിൽ നിന്നൊക്കെ അവൻ ഓടി അകലുന്നു. ലികുല്ലി ഇംറിഇൻ മിൻഹു യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ, അത് ഓരോരുത്തർക്കും അവനാൽ തികയുന്ന കാര്യമുണ്ടായിരിക്കും. അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്ന സമയമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഓരോരുത്തർ അവനവനെ കുറിച്ചൊന്ന് ചിന്തിക്കും പരലോകത്തെത്തുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് 66-ാം അധ്യായം സൂറത്തു തഹരീമിലെ 6-ാമത്തെ ആയത്തിലും അള്ളാഹ് അറിയിക്കുകയാണ്. ഖൂ അൻഫുസകും, നിങ്ങളെ രക്ഷപ്പെടുത്തണം. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ സ്വഭാവ സംസ്കാരം, നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ, നിങ്ങളുടെ ഇടപഴകലുകൾ, ജീവിതയാത്രകൾ, രഹസ്യ പരസ്യം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭിന്ന മേഖലകളൊക്കെ പടച്ച റബ്ബിൻ്റെ കൽപ്പനക്ക് വഴിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഏതൊക്കെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടാലും അള്ളാഹു എന്ന ഇഷ്ടം നഷ്ടപ്പെടാത്ത ജാഗ്രതയിലേക്ക്, തഖ്വയിലേക്ക് നിങ്ങളെ പരിവർത്തിപ്പിച്ചു കൊണ്ടിരിക്കണം. പരിശുദ്ധ റമളാനാകുന്ന പാഠശാലയെ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഖൂ അൻഫുസകും, നിങ്ങളെ സംരക്ഷിതരാക്കി തീർക്കുക. അങ്ങനെ വ്യക്തിപരമായി മെച്ചപ്പെട്ട സ്പിരിച്വൽ ലൈഫ്, ആത്മീയ ജീവിതം നയിക്കാൻ പാകത്തിലുള്ള സ്പിരിച്വൽ ലിറ്ററസി, ആത്മീയ സാക്ഷരത, ധർമ്മബോധം, മൊറാലിറ്റി, മോഡസ്റ്റി, അള്ളാഹുവിനെ കുറിച്ചുള്ള അവബോധമൊക്കെ നമുക്കങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രം ആ സ്വച്ഛന്തമായ ആത്മീയത അനുഭവിച്ച് തീർക്കലല്ല, നമ്മൾ മാത്രം അങ്ങനെ മുന്നോട്ട് പോയി രക്ഷപ്പെടലല്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജീവിക്കുന്ന, നമ്മുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അംഗങ്ങളെ കൂടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സ്വർഗത്തിൻ്റെ വിധാനത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുവാനും അള്ളാഹു നമ്മെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. അതാണ് വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം എന്ന് പറയാൻ. പക്ഷേ നിലവിലെ അവസ്ഥ എന്താണ്? വാട്ട്സ് ദ കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ഇസ്ലാമിക് ഉമ്മ ആൻഡ് മുസ്ലിം ഫാമിലീസ്? മുസ്ലിം കുടുംബങ്ങളുടെ നിലവിലെ സ്ഥിതിഗതികൾ എടുത്തു നോക്കൂ നിങ്ങൾ. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റുള്ളവർക്ക് വരെ മാതൃക കാണിച്ചു കൊടുക്കേണ്ട നമ്മൾ നമുക്ക് തന്നെ മാതൃകയായി തീർന്നാൽ എത്രമേൽ നന്നായിരുന്നു എന്നിടത്തേക്ക് എത്തുകയാണ്. നമ്മൾ ഉത്തരവാദിത്തം വളരെ വലുതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ മാതാപിതാക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്നൊക്കെ കൺകുളിർമ ഉണ്ടാകണമെന്ന് പരമകാരുണ്യകന് വിധേയപ്പെട്ട അടിമകൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് കൂടിയുണ്ട്. വജഅൽനാ, അല്ലാഹുവേ ഞങ്ങളെ നീ ആക്കേണമേ എന്ന്. അഥവാ ഒരു സംതൃപ്ത കുടുംബ നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
പിന്നെ സ്വന്തം കുടുംബത്തിനും സ്വന്തത്തിനും വേണ്ടി മാത്രം ജീവിച്ച് തീർക്കലല്ല. കുടുംബത്തിൻ്റെ ആത്മീയ നിലവാരം ഉയർന്നു കഴിഞ്ഞാൽ കുടുംബജീവിതത്തെ സാമൂഹിക പ്രധാനമായ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ എന്നാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, സമൂഹത്തിൽ ധർമ്മനിഷ്ഠ ആഗ്രഹിക്കുന്ന, തഖ്വ ആഗ്രഹിക്കുന്ന, ദീൻ ആഗ്രഹിക്കുന്ന, വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന, സമാധാനപൂർണമായ ഇണക്കവും ഇമ്പവുമുള്ള ദാമ്പത്യവും കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബ സംവിധാനവും സ്വാസ്ഥ്യമുള്ള ബന്ധങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നേതൃപരമായ പങ്ക് വഹിക്കാൻ പാകത്തിൽ എന്നെയും എൻ്റെ ഇണകളെയും മക്കളെയും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രാർത്ഥനയിലെ 2ാം ഭാഗത്തിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ച് ആവശ്യപ്പെടുന്നത്. അതാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്കിൽ, പക്ഷേ പലപ്പോഴും നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഭൗതിക പ്രമത്തത കൊണ്ട്, തിരക്ക് പിടിച്ച ജീവിതം കൊണ്ട് നമ്മളങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം തെറ്റിപ്പോകുന്ന ഒരു വഞ്ചി, തോണി, കപ്പലിന് സമാനമായി കൊണ്ട് കാറ്റിലും കോളിലും പെട്ട്, ആ കാറ്റും കോളും ലിബറലിസമാകാം, യുക്തിവാദമാകാം, XY ടീമുകളാകാം, ലഹരിയുടെ വ്യാപനമാകാം, പ്രണയക്കെടുതിയാകാം, പോർണോഗ്രഫിയാകാം, മൊബൈൽ അഡിക്ഷൻ ആകാം, സാമൂഹിക ജീർണതയിലെ മറ്റു ഭാഗങ്ങളാകാം, തട്ടിപ്പും വെട്ടിപ്പും കൊല്ലും കൊലയും ഒക്കെയായിട്ട് സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്നിടത്ത് ഇസ്ലാമിക ഉമ്മത്തിലെ മുസ്ലിം കുടുംബങ്ങളിലെ അംഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി എന്നതിനെക്കുറിച്ച് എത്രമേൽ രക്ഷിതാക്കൾ ഗൗരവത്തോടെ ആലോചിക്കുന്നുണ്ട്. ഒരു സമൂഹത്തിലെ മുതിർന്ന തലമുറ ആലോചിക്കുന്നുണ്ട്. സംഘടനാ സംവിധാനങ്ങളും സാരഥികളും നേതാക്കന്മാരും അനുയായികളും മഹല്ല് സംവിധാനങ്ങളുമൊക്കെ എത്രത്തോളം ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുമായി, അതിൻ്റെ ബീഭത്സകമായ അവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു അജണ്ട മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ എത്ര മഹല്ല് സംവിധാനങ്ങൾ സ്പെഷ്യൽ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും അങ്ങനെ കുടുംബം, സമൂഹം എന്ന നിലക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടാത്ത വിധത്തിൽ പരിഹാരം തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിഹാരം വളരെ സിമ്പിളാണ്. ഇന്നിപ്പോൾ മുസ്ലിം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, എങ്ങനെയാണ് അത്തരം തിന്മകളെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുക, മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയുക, കൺകുളിർമയുള്ള സന്താനങ്ങളാക്കി മാറ്റുക, പരസ്പരം നന്മകൾ. ഖുർആൻ അതാണല്ലോ. നമ്മൾ മദ്രസയെ ചില ആളുകൾ ആക്ഷേപിക്കാൻ, മദ്രസക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, ഖുർആനിന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ മദ്രസയിൽ നിന്ന് കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്, ബോധ ഉപബോധ മനസ്സിലേക്ക് നമ്മുടെ മക്കളുടെ ഇളം പ്രായത്തിൽ ലഭിച്ച ആത്മീയ ചിന്തയുടെ പ്രായോഗിക രൂപങ്ങൾ തുടർച്ചയായ ജീവിതത്തിനിടക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഗതികേടാണ് പലപ്പോഴും മുസ്ലിം കുടുംബങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ടാങ്കിയിലുള്ള വെള്ളമാണ് പൈപ്പിൽ കിട്ടുക എന്ന് നമ്മൾ പറയും. ടാങ്കിയിലെ വെള്ളം. അപ്പോൾ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ പ്രാക്ടിക്കൽ രൂപം പലപ്പോഴും അവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പഠിക്കുന്നതൊക്കെ നന്മയാണ്. റമദാനിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത്. കുടുംബമായാലും കുടുംബ വിഷയമായാലും വിശ്വാസമായാലും ആചാരമായാലും അനുഷ്ഠാനമായിരുന്നാലും ധാർമ്മികതയായിരുന്നാലും ഏത് വിഷയമായിരുന്നാലും നമുക്കുള്ള വഴിയും വെളിച്ചവും വിശുദ്ധ ഖുർആനാണല്ലോ. അപ്പോൾ ഖുർആൻ ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസി ജീവിതത്തിൻ്റെ ഏത് ഇടങ്ങളിലായിരുന്നാലും ജീവിത ലക്ഷ്യമായി കൊണ്ട് നിർവഹിക്കേണ്ടത് നന്മ മാത്രമാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയാൽ, അത് മക്കളോടായിരുന്നാലും മാതാപിതാക്കളോടായിരുന്നാലും അയൽവാസികളോടായിരുന്നാലും ഈവൻ പച്ചക്കരളുള്ള ജീവിയോട് പോലും നന്മകളെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കപ്പെട്ട മതപാഠശാലയിൽ നിന്ന് പുറത്തിറങ്ങുന്ന, അതിന് വെളിച്ചം നൽകുന്ന വിശുദ്ധ ഖുർആനിൽ നിന്ന് ആ അറിവ് നുകർന്നെടുത്തിട്ടുള്ളവർ എങ്ങനെയാണ് അരക്ഷിതമായ കാര്യങ്ങൾ പകരുന്നിടത്തേക്ക് എത്തുന്നത്? വഅഹ്സിനു, നിങ്ങൾ നന്മകൾ ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് നന്മകൾ ചെയ്യുന്നവരെ, സുഹൃതം ചെയ്യുന്നവരെയാണ് എന്നാണ്. This is the message of Holy Quran. This is the core point of Holy Quran. This is the life mission of a Muslim. ഒരു മുസ്ലിമിൻ്റെ ലൈഫ് മിഷനായിക്കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എങ്ങനെങ്കിലുമൊക്കെ ജീവിതം ചെയ്തു തീർക്കുക, ദാമ്പത്യം നയിക്കുക, കുടുംബജീവിതം നയിക്കുക, മക്കൾക്ക് പാരന്റിങ് കൊടുക്കുക, മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുക, സമൂഹത്തെ എങ്ങനെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്ത് തീർത്താൽ മതി എന്ന നിലവാരം പോലുമല്ല
വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്ബോധിപ്പിക്കുകയാണ്. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 7-ാം സൂക്തം, 67-ാം അധ്യായം സൂറത്തുൽ മുൽക്കിലെ 2-ാം സൂക്തം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതവും മരണവും നാം സംവിധാനിച്ചിട്ടുള്ളത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പം ഞാനും എൻ്റെ മക്കളും ഞാനും എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ കുടുംബവും മനസ്സിൽ കോറിയിടേണ്ട, ഇസ്ലാമികമായി ജീവിതം നയിക്കുന്നു എന്ന് ന്യായമുണ്ട് എങ്കിൽ ഈ കോറിയിടേണ്ട ആശയം ഏതാണ്? അവ ഏറ്റവും നന്നായി നന്മ നിർവഹിക്കുന്നത് ആരാണ് എന്ന പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നന്മ മാതാപിതാക്കളോടാണെങ്കിലോ വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ റബ്ബ് നിനക്കിതാ ചില ഉപദേശങ്ങൾ നൽകുകയാണ്, ചില വിധികൾ നൽകുകയാണ്, ചില നിർവഹണം അറിയിക്കുകയാണ്, സാരോപദേശം സമ്മാനിക്കുകയാണ്. എന്താണത്? അള്ളാഹുവിനെ മാത്രമല്ലാതെ ആരാധിക്കാൻ പാടില്ല. നേർച്ചകളും വഴിപാടുകളും അർത്ഥനകളും ആവലാദികളും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രതീക്ഷകളും പ്രത്യാശകളുമെല്ലാം എല്ലാം കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, മരണമില്ലാത്ത, മയക്കമില്ലാത്ത, മറവിയില്ലാത്ത ഏകനായ സൃഷ്ടാവിനോട് മാത്രമായിരിക്കണം എന്ന തൗഹീദി തവക്കുൽ ബോധം നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ പടപ്പുകൾക്കിടക്ക് നിർവഹിക്കേണ്ട പ്രധാനവും പ്രഥമവുമായ നന്മ എന്ന് പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. ഇതൊക്കെയാണ് ഖുർആനിന്റെ മെസ്സേജ്. എന്നാൽ ഇന്ന് കാണുന്നത് എന്താണ്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണ്ട, വലാ തഖുൽ ലഹുമാ ഉഫിൻ, മറ്റൊരായത്തിന്റെ ഭാഗം ചേ എന്നൊരു വാക്ക് പോലും പറയരുത് എന്നാണ്. എന്നാൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ചേ എന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ കഴുത്തിങ്ങോട്ട് എടുക്കും, 10-18 വെട്ടും കുത്തും നടത്തിയിട്ട് കൊന്നൊടുക്കി കളയും. എൻ്റെ ഉമ്മ എനിക്ക് ജന്മം നൽകിയതിൻ്റെ ശിക്ഷയാണ് കൊടുക്കുന്നത് എന്ന് പറയും. കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 4-5 മാസം കൊണ്ട് ഒന്നിലധികം ആളുകളെ കൊന്നു തരാം എന്ന കരാറാണ് എങ്കിൽ 11 മണിക്ക് തുടങ്ങി രാത്രിയാകുമ്പോഴേക്ക് ഉടപ്പിറപ്പുകളുടെ ഉടലുകളെ ഒരൊറ്റ ദിനത്തിലെ നിശ്ചിത സമയം കൊണ്ട് എടുക്കുന്ന അവസ്ഥയിലേക്ക് അതപ്പതിച്ചു പോവുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇസ്ലാമിക ലോകത്തിന്റെ 3-ാം ഖലീഫയുടെ പേരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന്. എങ്കിൽ ഇന്ന് നമ്മൾ അഫ്ഫാൻ എന്ന പേര് കേൾക്കുന്ന സമയത്ത് എത്രമേൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് 23 വയസ്സുകാരൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയാണോ മാതാപിതാക്കളോട്, കുടുംബത്തോട്, സമൂഹത്തോടൊക്കെ ഈ സമൂഹം അനുവർത്തിക്കേണ്ടത്, നമ്മൾ നിർവഹിക്കേണ്ടത്? എന്താ, എവിടെയാ, എങ്ങനെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മുടെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കളുടെയും നമ്മുടെയും ഒക്കെ ജീവിത ലക്ഷ്യം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? എന്താണ് അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്? ഇനിയും ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടാകും, കുടുംബങ്ങളിലും നാടുകളിലും ഒക്കെ ഉണ്ടാകും. സ്ഥലം മാറും, താമരശ്ശേരി മാറും, വെഞ്ഞാറാമൂട് മാറും, അതൊക്കെ നമ്മുടെയൊക്കെ നാടുകളായി മാറും. പേര് മാറും, സ്ഥലവും മാറും. ഇനിയും ഇത്തരത്തിൽ അധർമ്മങ്ങൾ ഉണ്ടാകും. 4 ദിവസം മുമ്പ് നോമ്പ് തുറക്കുന്ന മുമ്പ് ശിബിലയെ യാസർ കൊല്ലാൻ പാപ്പ ആകുന്നതും പറഞ്ഞ് നീ ആ പ്രണയത്തിലേക്ക് പോകരുത്, ഇറങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ തൻ്റെ സുഖസൗകര്യ മേച്ചിൽപ്പുറങ്ങൾ തേടി അവസാനം ജീവനും ജീവിതവും ഹോമിക്കപ്പെടുന്ന, നശിപ്പിക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും അങ്ങനെയുള്ള കേസുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, അങ്ങനെയുള്ള പ്രതിപട്ടികയിലേക്ക് നമ്മുടെ മക്കൾ വരാതിരിക്കാൻ, വ്യതിചലിച്ചു പോകാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പ്രശ്നം പെരുപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. എക്സാമ്പിളുകളൊക്കെ എത്രയും പറയാൻ കഴിയും. പണ്ടൊക്കെ ഈ കുടുംബ തകർച്ച, സാമൂഹ്യ ജീർണത, അധാർമിക വൽക്കരണം, ലൈംഗിക വൈകൃതങ്ങൾ, കൊലപാതകങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തെ അതിൻ്റെ മെറിറ്റിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം കണ്ടെത്തുക എന്ന് പറയുന്നത് എഴുത്തുകാർക്കും പ്രഭാഷകന്മാർക്കും ഒക്കെ അങ്ങേയറ്റം സാഹസമുള്ള കാര്യമായിരുന്നു. അങ്ങ് അമേരിക്കയിലേക്കോ UK-യിലേക്കോ ഹോളണ്ടിലേക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, അതല്ലെങ്കിൽ ഡൽഹിയിലേക്കും കൽക്കത്തയിലേക്കും ബോംബെയിലേക്കും ഒക്കെ പോയിട്ട് ഉദാഹരണം കൊണ്ടുവരേണ്ടിയിരുന്നു എങ്കിൽ അവിടെ പോലും നടക്കാത്ത പലതും ഇന്ന് നമ്മുടെ കൺവട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ഉദാഹരിച്ചുകൊണ്ടാണ് വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് അനുവാചകരെ കൊണ്ടുവരേണ്ടത് എന്നതിൽ സംസാരിക്കുന്ന ആളുകൾക്ക് ആശങ്കയാണ്. താമരശ്ശേരി ഉദാഹരിക്കണോ, വെഞ്ഞൂറാമോട് ഉദാഹരിക്കണോ, അതല്ല പിന്നെ ഷഹബാസിനെ കൊന്നത് ഉദാഹരിക്കണോ, കോട്ടയം ഉദാഹരിക്കണോ? സാമൂഹ്യ ജീർണതയ്ക്ക് വേണ്ടി, മനുഷ്യന്റെ മനസ്സാക്ഷി മരവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ എവിടെയൊക്കെ സംഭവിക്കും
എന്നതിൽ പോലും ആകാംക്ഷ ആങ്ഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാകാൻ പാടില്ല. നമ്മുടെ കുടുംബം എങ്ങനെയായിരിക്കണം? കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നത് എന്നാണ്. കുടുംബം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഭൂമിയിലെ മേൽവിലാസം, അഡ്രസ്സാണ് കുടുംബം. അത് വലിയൊരു അന്തസ്സുള്ള സംഗതിയാണ്. അമേരിക്കയിലെ സൈക്കോളജിസ്റ്റുകൾ വരെ പറയുന്നത് സാമൂഹികമായ ജീർണതകൾ ഉണ്ടാകുമ്പോൾ, കുട്ടികൾ വഴിതെറ്റിപ്പോകുമ്പോൾ, പലതരം അഡിക്ഷൻ ആകുമ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നന്നാക്കണമെന്നാണ്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഫാമിലി സെറ്റപ്പ് റീവാമ്പ് ചെയ്യാൻ, ഫാമിലി സെറ്റപ്പ് റിഫോം ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടി ഇന്ന കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തും എന്ന് പ്രകടന പത്രികയിൽ കൊടുക്കാറുള്ളത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ, അതിൻ്റെ മൊറാലിറ്റിയെ, അതിൻ്റെ പർപ്പസിനെ, അജണ്ടയെ, നന്മയെ, ഇമോഷണൽ കോഷ്യന്റിനെ, വൈകാരിക തലത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നിടത്ത് മാതാവ്, പിതാവ്, മകൻ, മകൾ, സഹോദരി, സഹോദരൻ, വല്യുപ്പ, വല്യുമ്മ, ഇങ്ങനെയുള്ള കുടുംബ സംവിധാനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നാണ്. കാരണം അങ്ങനെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സാരോപദേശങ്ങൾ, കുടുംബ ജീവിതത്തിലൂടെയുള്ള ഒരു സോഷ്യലൈസേഷൻ, സാമൂഹികവൽക്കരണം, മനുഷ്യനിലേക്കുള്ള സഞ്ചാരം അതവർക്ക് കിട്ടേണ്ടതുണ്ട് എന്നാണ്. അതല്ലാതെ എത്ര വലിയ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാലും, എത്ര പ്രൊഫഷനുകളിലൂടെ കഴിഞ്ഞുപോയി കഴിഞ്ഞാലും മനുഷ്യർക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. ഇപ്പൊ PJ ജോർജ്, ഒരു ഡോക്ടർ, ഈ അടുത്ത് റമദാന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. സ്റ്റാറ്റസ് ഉണ്ട്, സമ്പത്തുണ്ട്, നല്ല ലക്ഷോർ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റാണ്, എല്ലാം ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ പ്രയാസം വന്നപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഫാം ഹൗസിൽ പോയി തൂങ്ങി മരിച്ചു എന്നാണ് ആ റിപ്പോർട്ട്. അപ്പം അദ്ദേഹം തൂങ്ങി മരിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. ആരാണത്? ഒരു ഡോക്ടറാണ്. രോഗികൾ വന്ന് സങ്കടം പറയുന്ന സമയത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി മോട്ടിവേഷൻ കൊടുക്കേണ്ട, ശാരീരികവും മാനസികവുമായിട്ട് സ്ഥൈര്യം കൊടുക്കേണ്ട ഡോക്ടർ പോലും ജീവിതത്തിൽ ചൂളിപ്പോയി ആത്മഹത്യ ചെയ്യുകയാണ് എങ്കിൽ ഇതാണ് മനുഷ്യന്റെ ഒരു നാച്ചുർ എന്ന് പറയുന്നത്. ണ്ടോ, ഏത് സമയത്തും മനുഷ്യൻ്റെ ഒരു പ്രകൃതം ഇങ്ങനെയായിത്തീരും. ആ പ്രകൃതം വികൃതമായി തീരാതിരിക്കണമെങ്കിൽ അതിന് സ്പിരിച്വൽ കോഷ്യന്റ്, എസ്റ്റു അഥവാ ആത്മീയ തലം, ദൈവീക ബോധം നന്നാകണം. ഇതാണ് നമുക്കും മക്കൾക്കും മനുഷ്യർക്കും ഒക്കെ കിട്ടേണ്ടത്. ഇതാണ്. എന്തൊക്കെ കിട്ടിയാലും ബയോളജി പഠിച്ചോട്ടെ, സുവോളജി പഠിക്കട്ടെ, +2 SSLC എക്സാം ഒക്കെ നടക്കട്ടെ, മത്സര പരീക്ഷകളിലൊക്കെ മുന്നേറട്ടെ. പക്ഷേ പരീക്ഷകൾ മുന്നേറിയാലും മുന്നേറിയില്ലെങ്കിലും, ബയോളജിയിൽ A+ പോയാലും പോയില്ലെങ്കിലും, +2 തോറ്റാലും തോറ്റില്ലെങ്കിലും നമ്മുടെ മക്കൾ ജീവിതത്തിൽ തോറ്റുപോകരുത് എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുന്ന പേപ്പറിൽ അവർക്ക് വിജയിക്കാൻ കഴിയണം. ചെറിയവരോട് കാരുണ്യം കാണിക്കുന്ന പാരഗ്രാഫ് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയണം. അതിനവർ തിയോളജി അറിയണം. ബയോളജിയും സുവോളജിയും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എൻട്രൻസും മാത്രം അറിഞ്ഞാൽ പോരാ. അതിന് തിയോളജി കൂടി അറിയണം. അതിന് ദൈവശാസ്ത്രം അറിയണം. പടച്ച റബ്ബിനെ അറിയണം. ഇറാ ഗുഹയിലേക്ക് മടങ്ങണം. നിർണയത്തിന്റെ രാവിലേക്ക് മടങ്ങണം. ആദ്യമായി അവതരിക്കപ്പെട്ട ആദ്യ സൂക്തത്തിലെ ആദ്യ പദം അടുത്തറിയണം. അതാണ് ഈ ഖറ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത്. സൃഷ്ടാവിനെ അറിയാതെ വിശുദ്ധ ഖുർആൻ മാറ്റിവെച്ച് നിങ്ങളുടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ, അത് ദാമ്പത്യമാകട്ടെ, കുടുംബമാകട്ടെ, പഠനമാകട്ടെ, അക്കാഡമിക് ആകട്ടെ, ബിസിനസ് ആകട്ടെ, എന്തുമാകട്ടെ, ഖുർആനിൻ്റെ വിധിവിലക്കില്ല, ദൈവീക ചിന്തയില്ല, അള്ളാഹുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ല എങ്കിൽ ടെൻഷൻ തീരൂല, സമ്മർദ്ദം തീരൂല, പ്രയാസങ്ങൾ തീരൂല, പായേര് അവസാനിക്കൂല, ബർക്കത്ത് കിട്ടൂല. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഗ. ആരാണോ എൻ്റെ ഉത്ബോധനത്തെ അവഗണിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തെ ദാമ്പത്യത്തിൽ നിന്ന് മാറ്റിവെച്ചു കഴിഞ്ഞാൽ പിന്നെ ദാമ്പത്യത്തിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാകൂല. കുടുംബജീവിതത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ആയത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ ഒബിൽ വാലിദൈനി ഇഹ്സാന നടക്കൂല. പിന്നെന്താ ഉണ്ടാകല്? ഫഇന്ന ലഹു മഈശതൻ ലൻഗ. അവൻക്ക് ടെൻഷനുള്ള, സ്ട്രെസ്സായ ജീവിതമായിരിക്കും ഉണ്ടായിരിക്കുകയാണ്. ഒന്നും ഒരു നല്ല നിലവാരത്തിലാകൂല, സമാധാനവും സ്വസ്ഥത ഉണ്ടാകൂല. എപ്പോഴും ഒരു ഭയപ്പാടും ആശങ്കയും പ്രതിസന്ധിയും ഡിപ്രഷനും ഒക്കെയായിട്ട് ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഗതികേട് ഉണ്ടാകും. അപ്പം അതുണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ഒരു നിലവാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം, നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താണ് വീട്ടിൽ ആദ്യം ഉണ്ടാക്കേണ്ടത്? മക്കളിലും മാതാപിതാക്കളിലും ഒക്കെയായി അങ്ങനെ ജീവിക്കുന്ന ഓരോരുത്തരിലും അതാണ് ഈ പറഞ്ഞത്. ഒന്ന്, കാവൽക്കാരൻ എന്ന നിലക്ക്
പടച്ചറബിനെ പ്രതിഷ്ഠിക്കാൻ കഴിയണം. അല്ലേ? നമുക്കൊക്കെ കാവൽക്കാരനായി ഒരു തിന്മ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി വളർന്നു വരുന്ന സമയത്ത് തന്നെ ബോധ ഉപബോധ മനസ്സിലേക്ക് കാരുണ്യകാതലായ പടച്ചറബിനെ കുറിച്ചുള്ള ഭയഭക്തിയും പ്രതീക്ഷയും കൊടുക്കണം. പേടി മാത്രമല്ല, ഭയഭക്തിയും പ്രതീക്ഷയും കാരുണ്യബോധവും സ്വർഗവുമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കാൻ കഴിയണം. എന്നിട്ട് ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളും പരിമിതികളും മനസ്സിലാക്കി കൊടുക്കണം. വളരുന്നതിനനുസരിച്ച് കുടുംബത്തിലെ എല്ലാവർക്കും മനസ്സിലാകണം വിധിവിലക്കുകളെ, ഇന്നിന്നും കൽപ്പനകളെ, ഓരോ പ്രായമെത്തുമ്പോൾ പാലിക്കേണ്ടതും അതൊക്കെ നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ്. ദാമ്പത്യം എന്ന വാക്ക് അന്വർത്ഥമാക്കാൻ വേണ്ടിയാണ്. ദാമ്പത്യം എന്ന പദത്തിൻ്റെ അർത്ഥം അഴിച്ചു മാറ്റാനാവാത്ത കെട്ട് എന്നാണ്. വിവാഹം എന്ന പദത്തിൻ്റെ അർത്ഥം വിശുദ്ധമായ വഹനം എന്നാണ്. കുടുംബം എന്ന പദത്തിൻ്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നാണ്. ഇതൊക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അവിടെയൊക്കെ അല്ലാഹുവിനെ കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകളെ പ്രയോഗവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണം. ദീനിനെ പ്രയോറിറ്റി കൊടുക്കാൻ കഴിയണം. അപ്പോൾ മറ്റെന്ത് ഇല്ലാതായി കഴിഞ്ഞാലും, സമ്പത്ത് കുറഞ്ഞാലും, സൗന്ദര്യം കുറഞ്ഞാലും, ഭൗതിക അസറ്റുകൾ കുറഞ്ഞാലും കുറയാത്ത ഒന്നായി അങ്ങേയറ്റത്തെ മാറ്റോടുകൂടി നമ്മുടെ ഈമാൻ നിലനിൽക്കും, വിശ്വാസം നിലനിൽക്കും. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കയറി വരുന്ന പ്രിയതമനോട് പ്രിയതമയായ സഹധർമ്മിണിക്ക് പറയാൻ കഴിയും, സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ പ്രവാചകൻ മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് അങ്ങ് ഗാറു സൗറിൽ ഇരുന്നു കൊണ്ട് ഗുഹാമുഖത്ത് ശത്രുക്കളുടെ വിളയാട്ടവും കാലുച്ചയും കേട്ട സമയത്ത് നിഴലായി കൂടെ കൊണ്ടു നടക്കുന്ന പ്രവാചകനെങ്ങാനും പിടിക്കപ്പെടുമോ കൊല്ലപ്പെടുമോ എന്ന ആശങ്ക ഉണ്ടായപ്പോൾ പ്രവാചകനോട് അത് പറഞ്ഞപ്പോൾ പ്രവാചകൻ തിരിച്ചു പ്രതികരിച്ചില്ലേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഡോണ്ട് ബി സാഡ്, അല്ലാഹ് വിത്ത് അസ്. ലാ തഹ്സൻ, ദുഃഖിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. രണ്ടാളുടെ കൂടെ മൂന്നാമതായിട്ട് അള്ളാഹു ഉള്ള രണ്ടാളെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട് എന്നാ പറഞ്ഞത്. ഇത് അങ്ങ് സൗർ ഗുഹയിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ട പദങ്ങളായിട്ടല്ല പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. നമ്മുടെ ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ പ്രയാസമുണ്ട് എങ്കിൽ, ആശങ്കയുണ്ട് എങ്കിൽ, പോസ്റ്റ് കോവിഡ് പീരീഡിൽ, കോവിഡാനന്തര കാലത്ത് കച്ചവടമൊക്കെ നഷ്ടവും ചലഞ്ചിങ്ങും സാഹസവുമായി തീരുമ്പോൾ പങ്കുവെച്ചു കൊടുക്കാൻ കഴിയണം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല, ഹറാമ് ചെയ്യുന്നില്ല, ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നില്ല, അധാർമികതകൾ ചെയ്യുന്നില്ല, പറ്റാവുന്ന നന്മകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മെ ഒരിക്കലും കൈയൊഴിക്കുകയില്ല. നിങ്ങൾ ദുഃഖിക്കണ്ട, സങ്കടപ്പെടണ്ട. SLC പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന മകൻ വേണ്ട പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഉമ്മാക്ക് പറയാൻ സാധിക്കണം, ഉപ്പാക്ക് ചേർത്ത് പിടിച്ച് പറയാൻ കഴിയണം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. പരീക്ഷയിൽ തോറ്റവരൊക്കെ ജീവിതത്തിൽ ജയിച്ചിട്ടില്ലേ? പല പടവുകളും കയറിയിട്ടില്ലേ? ഒരു പരീക്ഷയും എഴുതാതെ, ഒരു BAയും MAയും എഴുതാത്തവരുടെയൊക്കെ ഇംഗ്ലീഷ് നോവലുകളും അവരുടെയൊക്കെ എഴുത്തുകളുമല്ലേ MAക്കും BAക്കും ഒക്കെ പഠിക്കുന്നത്. അവർ കോളേജ് കണ്ടിട്ടില്ല, BA കഴിഞ്ഞിട്ടില്ല, MA കഴിഞ്ഞിട്ടില്ല. ഷേക്സ്പിയർ അതല്ലാത്തവർ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ നമ്മുടെ മക്കൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആർട്ടിക്കിളുകൾ, പുസ്തകങ്ങൾ, അതൊക്കെ സിലബസുകൾ. ആ സിലബസുകളിൽ കടന്നു വന്ന കവിതകളോ കഥകളോ നോവലുകളോ എഴുതിയ ആളുകൾ ഡിഗ്രി കഴിഞ്ഞിട്ടില്ല, PhD പൂർത്തിയാക്കിയിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ഒരു A+ കുറയുമ്പോൾ അവസാനിക്കുന്ന ഒന്നല്ല. പരീക്ഷയിൽ പതറിയാൽ ജീവിതത്തിൽ പതറിപ്പോവുകയില്ല. മിഷിഗൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്കൂളിലേക്ക് പോയി 3 മാസമായിട്ടേ ഉള്ളൂ തോമസേ. അവിടെ നിന്ന് എഴുത്ത് കൊടുത്ത് ടീച്ചർ വീട്ടിലേക്ക് അയക്കുകയാണ്. ആ എഴുത്ത് കൊണ്ടുവന്ന് അമ്മക്ക് കൊടുക്കുകയാണ്. അമ്മ അതെടുത്ത് വായിക്കുന്നു, മുഖം വാടുന്നു. മകൻ ചോദിക്കുന്നു, തോമസ് എന്തേ എന്ന്. പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ എഴുത്തിൽ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് നീ ഇനി സ്കൂളിലേക്ക് പോകണ്ട എന്നാണ്. അസാമാന്യ ബുദ്ധിയുണ്ട് നിനക്ക് എന്ന്. നിന്റെ നിലവാരത്തിലുള്ള കുട്ടികൾ അവിടെ ഇല്ല. അവർ ആ നിലവാരത്തിലാകുമ്പോൾ നിന്നെ അവിടേക്ക് പറഞ്ഞയച്ചാൽ മതി എന്ന് പറയാൻ. അതുവരെ ഈ അമ്മ നിനക്ക് ഗൈഡ് ലൈൻ നൽകിയാൽ മതി, വീട്ടിലെ ലൈബ്രറി ഉപയോഗപ്പെടുത്തിയാൽ മതി എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തോമസ് മോട്ടിവേറ്റഡ് ആവുകയാണ്. കാലം കടന്നുപോയി. കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ്, അതിൻ്റെ ഫിലമെൻ്റ് കണ്ടെത്തിയ തോമസ് ആൽവ എഡിസണായി മാറുകയാണ്. പിന്നീട് വീട് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് അടുക്കും ചിട്ടയിലൊക്കെ പുസ്തകങ്ങൾ വെക്കുമ്പോൾ മേശവലിപ്പിൽ നിന്ന് ഡയറി കിട്ടുകയാണ്. ആ ഡയറി മറിക്കുമ്പോൾ അതിൽ നിന്ന് ആ പഴയ ലെറ്റർ കിട്ടുകയാണ്. അതെടുത്തുകൊണ്ട് തോമസ് അങ്ങനെ വായിക്കുകയാണ്. ആ ലെറ്ററിലെ പദങ്ങൾ ആ സമയത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ മകനെ
നിങ്ങൾ ഒരിക്കലും സ്കൂളിലേക്ക് അയക്കരുത്. അവനൊരു ബുദ്ധിഭ്രമം ബാധിച്ചവനാണ്, മണ്ടനാണ്. അവന് ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ പഠന നിലവാരം പോലും നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ സ്കൂളിലേക്ക് അയക്കേണ്ടതില്ല എന്ന ആ എഴുത്ത് വായിച്ച് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചു പറഞ്ഞുപോയി എന്നാണ്. എൻ്റെ അമ്മയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ധൈര്യശാലി. ഇങ്ങനൊരു ജീനിയസിനെ ഈ ലോകത്തിന് സമ്മാനിച്ചതിൻ്റെ പിന്നിലുള്ള ധീര എൻ്റെ അമ്മയാണ് എന്ന് പറയാൻ. ഇതാണ്. അപ്പൊ നമ്മൾ ഒന്നുമില്ല എന്ന് വിചാരിക്കരുത്. മക്കൾക്ക് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക, പ്രതീക്ഷ കൊടുക്കുക. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത ഒന്നുണ്ട് എന്ന നിലക്കാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ നടന്നപ്പോൾ അതിൻ്റെ അംബാസഡർ ഖാനിം മുഫ്തിയായിരുന്നു. മുഫ്താ ഖാനിം. ആരാ മുഫ്താ ഖാനിം? നട്ടെല്ലിൻ്റെ വളർച്ച നിലച്ചു പോകുന്ന ജനിതക രോഗം ബാധിച്ച, പൂർണ്ണമായി നട്ടലില്ല, അതുകൊണ്ട് ബാക്കി ഭാഗമില്ല. നമ്മൾ കണ്ടു. അങ്ങനെ ഇരട്ട കുട്ടികളായിരുന്നു. ഇരട്ട കുട്ടികളാണ് എന്ന് ഡോക്ടർ അറിയിച്ചപ്പോൾ ഒരു കുട്ടിക്ക് ഇങ്ങനെ നട്ടലിൻ്റെ വളർച്ച മുരടിച്ചു പോകുന്ന അസുഖമാണ്, പ്രയാസമായി തീരും. എന്നാൽ ഒരു കുട്ടി ഹെൽത്തിയാണ്, ഒരാളെ ഒഴിവാക്കാം, അതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറയാൻ. അവൻ ജനിച്ച് പറന്ന് വീഴട്ടെ, ഞാൻ അവൻ്റെ വലതുകാലും അവൾ അവൻ്റെ ഇടതുകാലുമാകും, ഈ ഉപ്പയും ഉമ്മയും ഈ ഭാര്യയും ഭർത്താവും ഞങ്ങൾ അവനെ പോറ്റി വളർത്തും എന്ന് പറയാൻ. പിറന്നു ഡോക്ടർ പറഞ്ഞതുപോലെ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ മോട്ടിവേഷൻ ഈ ഉമ്മ കൊടുക്കാൻ, ആ ഉമ്മ കൊടുക്കാൻ. ഡിസേബിലിറ്റിയുള്ള ആളുകളെയൊക്കെ അരികുവൽക്കരിക്കപ്പെടാൻ സാധ്യത ഏറെയുണ്ടാകുമ്പോൾ അവർ ഭിന്നശേഷിക്കാരാണ് എന്ന നിലക്ക് അവരുടെ കഴിവ് അവരിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് അറിയിക്കേണ്ട ബാധ്യതയാണ് സമൂഹത്തിനുള്ളതും രക്ഷിതാക്കൾക്കുമുള്ളതും. അതാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ. ഈച്ച് എവരി വൺ യുണീക്ക്. എല്ലാവരും യുണീക്കാണ്. ഓരോ മക്കളും യുണീക്കാണ്. ഓരോരുത്തരിലും വിഭിന്ന ശേഷികൾ, കഴിവുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ ഇന്ന് നിങ്ങൾ കളക്ഷന് സംഭാവന നൽകുന്ന അത്താണി ജീവകാരുണ്യ കൂട്ടായ്മ, അതിൽ ഞങ്ങൾ സഹജീവി സ്നേഹത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ തേടി എന്ന നിലക്ക് പല സ്ഥാപനങ്ങളിലേക്ക് യാത്ര നടത്താറുണ്ട്. ഒരിക്കൽ പുളിക്കൽ ഭിന്നശേഷി സ്ഥാപനം, പുളിക്കലിലെ എബിലിറ്റി എന്ന് പറയുന്ന ഭിന്നശേഷി സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ഞങ്ങൾ ആ സ്ഥാപനമൊക്കെ സന്ദർശിച്ച് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചർച്ചക്കിടക്ക് വയനാട്ടിൽ നിന്ന് അവിടെ കൊണ്ടാക്കിയിട്ടുള്ള ഒരുത്തനെ കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തെ PRO ഈ അവൻ്റെ അനുഭവം പറയാൻ. പിതാവ് അവിടെ കൊണ്ടാക്കും. അവർക്ക് ശരിക്കും കണ്ണ് കാണൂല, കാത് കേൾക്കൂല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ അപ്പോൾ വീട്ടിൽ ഒരു ഭാരവും ബാധ്യതയൊക്കെ ആകും എന്ന നിലക്കാണ് പിതാവ് ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ട് എന്നറിഞ്ഞ് പുളിക്കൽ എബിലിറ്റിയിൽ കൊണ്ടാക്കുന്നത്. അങ്ങനെ പിതാവ് തിരിച്ചുപോയി. 3-4 മാസങ്ങൾക്ക് ശേഷം അവിടേക്ക് വന്ന് മകൻ അവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട് തിരിച്ചു പോകുന്നതിനിടയ്ക്ക് ഈ മകൻ വന്ന് ഒരു 5000 രൂപ ഈ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ അടുത്തുള്ള ആൾ പറഞ്ഞു, ഇത് അവന് സമ്പാദിച്ച പൈസയാണെന്ന്. അപ്പം അതെങ്ങനെയാണ്? ഇവിടെ ക്യാരി ബാഗ് ഉണ്ടാക്കും, കുടനിർമ്മാണം ഉണ്ടാക്കും, നോട്ട് ബുക്ക് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം അവർക്കും അവരുടെ ജോലിക്ക് കൂലി എന്ന നിലക്ക് കിട്ടും. അങ്ങനെ സമാഹരിച്ച സമ്പത്താണ് എന്ന് ആ സമയത്ത് നെഞ്ചുപൊട്ടി ഈറനണിഞ്ഞ് കരഞ്ഞ ആ പിതാവ് പറഞ്ഞു എന്നാണ്. ഇവൻ്റെ ഒരു ജ്യേഷ്ഠൻ വീട്ടിലുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്, കാത് കേൾക്കും, ആരോഗ്യമുണ്ട്, 1 രൂപ ഇന്നേ വരെ എനിക്ക് തന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഭാരമായി തീരുമെന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയ ഈ കുട്ടിയാണല്ലോ എനിക്ക് ഈ പൈസ തന്നത് എന്ന് പറഞ്ഞ് തലകുനിച്ചു പോകുന്ന ഒരു പിതാവിൻ്റെ രംഗം. അവിടെയുള്ള ആ സഹോദരൻ, ഞാൻ പറയുന്നത് നമ്മുടെ മക്കളൊക്കെ സ്കില്ലുള്ളവരാണ്, കഴിവുള്ളവരാണ്, കാലിബറുള്ളവരാണ്. രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും കുടുംബത്തിനും മാതാപിതാക്കൾക്കും അത്താണിയും അവലംബവുമായി തീരേണ്ടവരാണ്. പക്ഷെ അവരൊന്ന് ഗൈഡ് ചെയ്യാൻ, ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. മുഫ്തി ഖാനിമിന് മാതാപിതാക്കൾ കൊടുത്തതുപോലെ, അതേപോലെ തന്നെ ആസിം വെളിമണ്ണക്ക് രക്ഷിതാക്കൾ കൊടുത്തതുപോലെ, ഡിസേബിലിറ്റി ഉള്ളവരെയൊക്കെ അങ്ങനെ കൊണ്ടുവന്നതുപോലെ അങ്ങനെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരു ഡിസേബിലിറ്റിയും ഇല്ല, നല്ല എനർജിയാണ്, നല്ല ആരോഗ്യമാണ്, കായികക്ഷമതയാണ്. പക്ഷേ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പൊ അവരെ ഉപയോഗപ്പെടുത്താൻ സിന്തറ്റിക് ലഹരിയുടെ ആളുകൾ ഉണ്ടാകും, LSD സ്റ്റാമ്പിന്റെ ആളുകൾ ഉണ്ടാവും, പോർണോഗ്രഫിയുടെ ടീമുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ മറ്റു സാമൂഹ്യ തിന്മകൾക്ക് വേണ്ടി വല വിരിച്ച് നടക്കുന്ന ഗ്യാങ്ങുകൾ ഉണ്ടാകും. നമ്മുടെ മക്കള് BA എടുത്ത് MA എടുക്കുന്നതിന്റെ മുമ്പേ MA എടുത്തുകൊണ്ടിരിക്കുകയാണ്, MD എടുത്തുകൊണ്ടിരിക്കുകയാണ്, മാനേജിംഗ് ഡയറക്ടർ ആകുക എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എങ്കിൽ മകൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവൾ മീൻചന്ത് ആർട്സ് കോളേജിൽ MA ചെയ്യാണ്, ഫറൂഖ് കോളേജിൽ MA ചെയ്യാണെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കാലവും ലോകമൊക്കെ മാറി. MD MA ഒരുമിച്ച് ചെയ്യാൻ, MD MA
ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റികൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഫ്രീ ആയിട്ടും അല്ലാതെയുമൊക്കെ ആ കോഴ്സും സർട്ടിഫിക്കറ്റും ഒക്കെ പലരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ മക്കൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം MD-യും MA-യും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗതികേടിലേക്ക് ഇനിയും ഈ ഉമ്മത്തും അംഗങ്ങളും മക്കളും അങ്ങനെ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ ജാഗ്രത ഉണ്ടാകണം. മക്കളെ മനസ്സിലാക്കണം, ഇണകളെ മനസ്സിലാക്കണം, കുടുംബത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം, ഇസ്ലാമൈസേഷൻ ഉണ്ടാകണം. അതുകൊണ്ട് ഒന്നാമതായി ഉണ്ടാകേണ്ടത് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ, പടച്ച റബ്ബിന്റെ കാരുണ്യം, അവന്റെ കരവലയം, അവന്റെ സംരക്ഷണം. ഒന്നും ഭയക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഒരു നഷ്ടവും നഷ്ടമല്ല. നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെടാനുള്ളത് തന്നെയാണ്. ഫൗക തഖ്ദീറുനാ ലില്ലാഹി തഖ്ദീറു വഫൗക തദ്ബീറുനാ ലില്ലാഹി തദ്ബീറു. ഫൗക തഖ്ദീറുനാ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് മീതെ അള്ളാഹ്ക്ക് ചില കണക്ക് കൂട്ടലുകളുണ്ട്. വഫൗക തദ്ബീറുനാ നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് മീതെ ലില്ലാഹി തദ്ബീറു അള്ളാഹ്ക്ക് ചില നിയന്ത്രണങ്ങളുണ്ട് എന്നാണ്. അള്ളാഹ് ഓരോന്ന് കണക്ക് കൂട്ടും. നമ്മൾ തോറ്റെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചു എന്ന് വിചാരിക്കും. പക്ഷേ അതൊക്കെ വലിയ അനുഗ്രഹത്തിന് വേണ്ടിയായിരിക്കും. ഇപ്പം ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് ഡിഗ്രിക്ക് ആക്സിഡന്റ് സംഭവിച്ചു, വീണു. അപ്പം ഞാൻ എന്താ വിചാരിക്കൽ, 4ാമത്തെ എക്സാമിന് പോകാൻ. അപ്പം എക്സാം മിസ്സായി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഫൈനൽ എക്സാമാണ്, പിന്നെ ഒരു അവസരമില്ല, പിന്നെ ഒരു ഇയറാണ്ട് നഷ്ടപ്പെടും. അപ്പോൾ ഇയർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു നഷ്ടം തന്നെയാണ്. പക്ഷേ നമ്മൾ നഷ്ടം അങ്ങനെ വിചാരിച്ച് അതിൻ്റെ ഭൗതിക കാൽക്കുലേഷൻ. പക്ഷേ ആ ഡിഗ്രി ആ ഒരു രൂപത്തിൽ നോർമലായിട്ട് ആ ഒരു വർഷം തീർന്നു കഴിഞ്ഞാൽ എന്താണോ തുടർന്ന് ചെയ്യാൻ സാധ്യമെങ്കിൽ അതിൽ ഉപരിയായിക്കൊണ്ട് ചെയ്യാൻ സാധിച്ചു. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിട്ട് പഠിക്കാൻ കഴിഞ്ഞു, MA പഠിക്കാൻ കഴിഞ്ഞു, ഹൈദരാബാദിൽ പോകാൻ കഴിഞ്ഞു, പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഇഫ്ലുവിൽ പഠിക്കാൻ കഴിഞ്ഞു, ഫോറിനേഴ്സിൻ്റെ കൂടെ MA കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഇറാഖി സ്റ്റുഡൻസ്, സിറിയയിൽ നിന്നുള്ള, യമനിൽ നിന്നുള്ള, തായ്ലൻഡിൽ നിന്നുള്ള, വിവിധ ഛത്തീസ്ഗഡിൽ നിന്നുള്ള, മഹാരാഷ്ട്രയിൽ നിന്നുള്ള, അങ്ങനെ ഒരു 10-15 സ്റ്റുഡൻസിനിടക്ക് ബഹു സ്റ്റുഡൻസ്, പ്ലൂരൽ കൾച്ചർ അല്ലെങ്കിൽ പ്ലൂരൽ സ്റ്റുഡൻസ്, വിവിധ രാജ്യക്കാർ, വിവിധ സ്റ്റേറ്റുകാർ, അങ്ങനെ പഠിക്കാനൊരു അവസരം കിട്ടി. ഒരു വർഷം മിസ്സായാലും ഒരായുഷ്കാലത്തിനിടക്ക് വിവിധ കോഴ്സുകളിലൂടെ, വർഷങ്ങളിലൂടെ, അക്കാഡമിക് സഞ്ചാരങ്ങളിലൂടെ ലഭിക്കേണ്ടത് ഈ ഒരു വർഷം മിസ്സായതിൻ്റെ പേരിൽ പിന്നീട് എത്തിപ്പെട്ട സ്ഥലം പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി മറ്റൊരു സ്ഥലമായതിൻ്റെ പേരിൽ അത് കിട്ടി. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. പടച്ച റബ്ബ് എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചത് എന്ന് നമുക്കറിയുകയില്ല. ഇതൊന്നിങ്ങനെ നോക്കുക, നിരീക്ഷിക്കുക, നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് ഉപയോഗപ്പെടുത്താൻ പറയുക, അതിനുള്ള സാധ്യത ഒരുക്കി കൊടുക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് മുഫ്താ ഖാനിമിനെ മാതാപിതാക്കൾ ചെയ്തു കൊടുത്തത്. വലിയ പ്രയാസമൊക്കെ ഉണ്ടാക്കി, മോട്ടിവേഷൻ കൊടുത്ത് അവസാനം വലിയ ബിസിനസ്സൊക്കെ തുടങ്ങി, ഇൻഫ്ലുവൻസറായി മാറി. ലോകത്ത് 200ഓളം രാജ്യങ്ങളിൽ അലയടിക്കുന്ന ആവേശമായി തീരുന്ന പന്ത് കളി എന്ന മാസ്മരിക ലോകം ഫിഫ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഹോളിവുഡ് സ്റ്റാറായ മോർഗൻ ഫ്രീമാന്റെ കൂടെ അതിലങ്ങനെ ഊരയില്ലാത്ത ആ സ്റ്റേജിലിരിക്കുന്ന ഖാനിം മുഫ്തിയുടെ പിക്ചർ, ആ ഒരു കാഴ്ച ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ടാകും. ഹോളിവുഡ് സ്റ്റാർ മോർഗൻ ഫ്രീമാൻ ചോദിച്ചു, ആ ഉദ്ഘാടനം കോടിക്കണക്കിന് മനുഷ്യർ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മോർഗൻ ഫ്രീമാൻ ചോദിക്കുകയാണ്, വംശീയതയുടെ, വർഗീയതയുടെ, ജാതീയതയുടെ, വർണ്ണവെറിയുടെ, അരികുവൽക്കരണത്തിന്റെ, മനുഷ്യനെ മനസ്സിലാകാത്ത ഈ കാലുഷ്യമുള്ള കാലത്തോട് എന്താണ് ഒന്നായിത്തീരാനുള്ള, നന്മയുടെ മെസ്സേജ് കൈമാറാനുള്ളത് എന്ന സമയത്ത് ഈ മുഫ്താ ഖാനിം മൈക്കെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്ത് ഓതിക്കേൾപ്പിക്കുകയാണ്. ലോകത്തെ, ഭൂമിയെ, ജനകോടികളെ. കാരണം ഫുട്ബോളിന്റെ ഉദ്ഘാടന സദസ്സാൽ കൗമാര യൗവന ആബാലവൃദ്ധം അതിലേക്ക് അങ്ങനെ നിരീക്ഷിക്കുന്ന സമയമാണ്. അള്ളാഹുവിന്റെ ഖുർആനിലെ പ്രോക്തം ഓതി കേൾപ്പിക്കപ്പെടുകയാണ്. യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, നാമാണ് നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചത്. നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വംശങ്ങളും ആക്കിയിട്ടുള്ളത് തമ്മിലടിക്കാനും രക്തം ചിന്താനും വേണ്ടിയല്ല, ലിതആറഫു നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും പടച്ച റബ്ബിന്റെ സന്നിധിയിൽ നിങ്ങളുടെ സൗന്ദര്യവും കുടുംബ ആഭിജാത്യവും അതേപോലെ സമ്പത്തും നിങ്ങളുടെ മറ്റുള്ളതുമല്ല നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകുന്നത് നിങ്ങളുടെ ധർമ്മനിഷ്ഠ, സദാചാരബോധം, നിങ്ങളിലെ നന്മ, നിങ്ങളുടെ തഖ്വ. അതാണ് പടച്ച റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് സാന്നിധ്യവും സ്ഥാനവും നൽകുന്നത്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഇതാണ് ഓതി കേൾപ്പിക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കണം, മുഫ്താ ഖാനിം എവിടെ എത്തി? ബീജവും അണ്ടവും സംയോജിച്ച് മാതാവിൻ്റെ ഗർഭാശയത്തിലൊരു സിക്താണ്ഡമായി. ആ സിക്താണ്ഡം ഡിസോർഡറാണ്, ഒരു ഫുൾഫിൽ പേഴ്സണായി മാറാൻ സാധ്യതയില്ല. ജെനറ്റിക് ഡിസീസ് ഉണ്ട്, ജനിതക രോഗമുണ്ട്, ലൈഫ്
ജേണിയിൽ, ജീവിതയാത്രയിൽ ഒരുപാട് ഒബ്സ്ട്രക്കിളുകൾ, പ്രതിബന്ധങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് പ്രശ്നമല്ല എന്ന നിലക്ക് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് പിന്നീട് ആ കുട്ടി ലോകത്തിന്റെ മുന്നിൽ 20 വയസ്സൊരു ചെറുപ്പക്കാരൻ അഥവാ ടീനേജ് ഇങ്ങനെ കടക്കുന്ന പ്രായമായപ്പോഴേക്ക് ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ചയാണ് കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്. ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നതിന് വരെ പലതും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മക്കളെ പഴിക്കരുത്, അവരെ ഡീമോറലൈസ് ചെയ്യരുത്, ഡീഗ്രേഡ് ചെയ്യരുത്. അക്രിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ റെസ്പെക്ട് ചെയ്യണം. കാരണം അവർ കള്ളു കുടിക്കുന്നവരായി, ലഹരി ഉപയോഗിക്കുന്നവരായി, MDMA കാരിയർമാരായി, വ്യഭിചരിക്കുന്നവരായി, പോർണോഗ്രഫി കാണുന്നവരായി, ചിത്രതയിലേക്ക് നയിക്കുന്നവരായി ഒരാളും ഈ ലോകത്ത് ജനിച്ചു വീഴുന്നില്ല. കുല്ലു വലദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരെയും പടച്ചറബ് അൽഫിത്രയിലാണ് ചേർത്തുന്നത്. നമ്മൾ അൽഫിത്ര സ്കൂള് പ്രീ സ്കൂളല്ല, മറിച്ച് ശുദ്ധ പ്രകൃതത്തിൽ ഏത് കുട്ടിയായിരുന്നാലും ശുദ്ധ പ്രകൃതത്തിലാണ് പിറന്നു വീഴുന്നത്. പിന്നെ സാഹചര്യങ്ങളാണ് അവരെ തിന്മകളിലേക്ക്, തെറ്റുകുറ്റങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് കൂടി. പുതിയ കാല പ്രശ്നങ്ങളിലുള്ള അതിജീവനം, പരിഹാരമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരാളും ഈ പറഞ്ഞ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരായി പിറന്നു വീഴൂല. തിന്മകളിൽ ചെന്ന് പെടുന്നത് പിന്നെ സാഹചര്യങ്ങളിലൂടെയാണ് എന്ന് പറയാം. അതാണ് കുല്ലു വലദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരും ജനിക്കപ്പെടുന്നത് ശുദ്ധ പ്രകൃതത്തോടു കൂടിയാണ്. ആരാണ് നമ്മുടെ ശുദ്ധ പ്രകൃതം നശിപ്പിക്കുന്നത്? ആരാണ് നമ്മുടെ മക്കളുടെ ശുദ്ധ പ്രകൃതം നശിപ്പിക്കുന്നത്? ഇത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് സാഹചര്യത്തെ തിരുത്തണം. തെറ്റുകാരോട് തെറ്റി നിൽക്കണ്ട, തെറ്റിനോട് തെറ്റി നിൽക്കുകയും തെറ്റുകാരോട് തെറ്റാതെ നിൽക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിക ദഅവത്തും തസ്കിയത്തിന്റെ രീതിശാസ്ത്രവും എന്ന് പറയുന്നത്. തെറ്റുകാരോട് തെറ്റാതെ നിൽക്കുക. കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകും, അവനോട് നമ്മൾ തെറ്റണ്ട, പക്ഷേ നമ്മൾ ആ തെറ്റ് നമ്മൾ എടുക്കാഞ്ഞാൽ മതി. കാരണം കള്ളു കുടിക്കുന്ന മനുഷ്യൻ കള്ളു കുടിക്കാത്തൊരു കാലയളവുണ്ടായിരുന്നു. ആ മനുഷ്യനും കുടുംബത്തെ പോറ്റണം, അവന്റെ ഭാര്യക്കും അവിടെ സമാധാനം കിട്ടണം. എങ്ങനെ അവനെ രക്ഷപ്പെടുത്താം? ആ ലഹരിയിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആ കുട്ടിയെ എങ്ങനെ രക്ഷപ്പെടുത്താം? ഇത് നമ്മൾ ചിന്തിക്കണം. കാരണം അത് നമ്മുടെ ദൗത്യമാണ്. തെറ്റിനോട് തെറ്റുക, കള്ളുകുടിയോട് തെറ്റുക, വ്യഭിചാരത്തോട് തെറ്റുക, ലഹരിയോട് തെറ്റി നിൽക്കുക, അധർമ്മങ്ങളോട് തെറ്റി നിൽക്കുക. പക്ഷേ തെറ്റുകാർ അതിൽ അകപ്പെട്ടു പോയിട്ടുള്ളത് ഏതെങ്കിലും സാഹചര്യങ്ങളുടെ, സൗഹൃദങ്ങളുടെ, ടെക്നോളജികളുടെ സമ്മർദ്ദ ഫലമായി കൊണ്ടാകാം. പിയർ പ്രഷർ, സമപ്രായക്കാരുടെ സ്വാധീനം കൊണ്ടാകാം. അതല്ലെങ്കിൽ എന്തൂസിയാസ്റ്റിക്, സാഹസികത ചെയ്യാനുള്ള കൊണ്ടാകാം അങ്ങനെ ചെന്ന് പതിച്ചത്. അവനെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അത് എൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. പാലക്കാട് ജില്ലയിലെ ആനക്കര ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പലുടെ ഓഫീസിൽ കയറിയിട്ട് ഒരു മകൻ എന്ത് ചെയ്തത്, ഒരുത്തന് നിങ്ങൾ എൻ്റെ മൊബൈൽ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ പുറത്തുങ്ങൾ എനിക്ക് കിട്ടും, ഞാൻ തീർത്ത് കളയുമെന്ന് പറയാ. അല്ലേ? ആരാണ് അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്? ഒരു വിദ്യാർത്ഥി, അറിവ് കിട്ടുന്ന ഫാദർ ഓഫ് അവർ നാഷൻ, നമ്മുടെ രാഷ്ട്രപിതാവ്. വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്, എല്ലാ നാനാർത്ഥത്തിൽ ആത്മീയമായി, സാമൂഹികമായി, വൈയക്തികമായി, വൈജ്ഞാനികമായി ഒരു കുട്ടിയുടെ സമ്പൂർണ്ണ വളർച്ചക്കാണ് വിദ്യാഭ്യാസം എന്ന് പറയല്. അതല്ല പറയൽ. പക്ഷേ ഈ കുട്ടിക്ക് എന്തോ കിട്ടാതെ പോയി. MA വിജയൻ സാർ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ പുറത്താക്കുന്നത് അധ്യാപകന്റെ പരാജയമാണ് എന്ന്. ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ പുറത്താക്കുന്നത് അധ്യാപകന്റെ പരാജയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സച്ചിദാനന്ദ എന്ന കവിയും പറഞ്ഞിട്ടുണ്ട്, എന്ത്, അവൻ എത്ര ഭാഗ്യവാൻ, ക്ലാസ്സിൽ ഉറങ്ങിയവൻ എത്ര ഭാഗ്യവാൻ, അവൻക്കവന്റെ സ്വപ്നമെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അല്ലേ? നിങ്ങൾ ക്ലാസ്സിൽ ഉറങ്ങിയവൻ എത്ര ഭാഗ്യവാൻ, അവൻക്ക് അവൻ്റെ സ്വപ്നമെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ ജാതി ക്ലാസ്സാണ് നടത്തുന്നത് ചില അധ്യാപകർ എന്ന്. അപ്പോൾ ഉറങ്ങിയോണ്ട് ആ സ്വപ്നം കിട്ടി, അതല്ലാതെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള. ഇങ്ങനെ ഡിസോർഡർ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുണ്ട്. ഇത് എങ്ങനെ കുട്ടികൾ ഇതിൽ അകപ്പെടുന്നു, അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം, അവർ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം, അതിൻ്റെ സംഘടന എന്ത് ചെയ്യണം, മഹല്ലി എന്ത് ചെയ്യണം, അധ്യാപകർ എന്ത് ചെയ്യണം, നിയമപാലകർ എന്ത് ചെയ്യണം, സർക്കാർ സംവിധാനങ്ങൾ എന്ത് ചെയ്യണം, കൂടിയാലോചനകൾ വേണ്ടിടത്ത് അങ്ങനെ, അതല്ല കുടുംബപരമായിട്ട് നിർവഹിക്കേണ്ടിടത്ത് അങ്ങനെ, മഹല്ലടിസ്ഥാനത്തിൽ അങ്ങനെ, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം ഒരാൾ ഒരു ലഹരിയിൽ പെട്ട് കഴിഞ്ഞാൽ, ഒരു കുട്ടി ഒരു ലഹരിയിൽ പെട്ടാൽ, ഒരു കുടുംബത്തിൽ ഒരു ലഹരി ബാധിച്ച ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു 100-150-200 ആളുകൾ സങ്കടപ്പെടും. ഇപ്പം ഞാൻ ലഹരിയിൽ പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ കുടുംബം, എൻ്റെ ഉപ്പയുടെ കുടുംബം, എൻ്റെ ഇൻറ്റിമേറ്റ്സ്, ഫ്രണ്ട്സ്, എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ സങ്കടപ്പെടൂലേ? മോർ ദാൻ 100, 100-ലധികം ആളുകളെങ്കിലും ഓരോ ദിനത്തിലും സങ്കടപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവും. എന്നെ രക്ഷപ്പെട്ടാൽ എത്ര നന്നായിരുന്നേനെ എന്ന നിലക്ക്.
അപ്പോൾ അങ്ങനെയൊക്കെ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് എത്ര പുണ്യമുള്ള കാര്യമാണ്. ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോവുക, അവർക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക, അതിന് മഹല്ല് 3 അംഗ സമിതിയെ നിശ്ചയിക്കുക. എന്നിട്ട് ഇന്ന കുടുംബത്തിൽ അവർക്ക് അഭിമാനക്ഷതം വരാതെ ആ കുട്ടിയെ നമുക്ക് തിരിച്ചു പിടിക്കണം, അവൻ്റെ കഴിവ് ഉപയോഗപ്പെടുത്തണം എന്ന നിലയ്ക്ക് ചില സൈബർ ലോകത്തൊക്കെ കഴിവുള്ള കുട്ടികളെയൊക്കെ ഈ ഡെവലപ്ഡ് കൺട്രീസ് അവരൊക്കെ ചെയ്ത അന്യായങ്ങൾ ഹാക്ക് ചെയ്യലൊക്കെ കണ്ടെത്തിയിട്ട് അവർക്ക് ഓഫർ കൊടുത്ത് അവരെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രൈവറ്റ് സീക്രട്ട് സംഗതികളൊക്കെ ഏൽപ്പിക്കാൻ, നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾക്ക് അതുവഴി കിട്ടുന്നതിനേക്കാൾ ശമ്പളം ഇവിടെ തരുമെന്ന് പറയാം, ഡൈവേർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം കഴിവുണ്ട്, നമ്മളെക്കാളും ഐക്യമുള്ളവരാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്, കഴിവുള്ളവരാണ്. പക്ഷേ നമ്മളിത് പലപ്പോഴും കാണാതെ പോയി, മഹല്ലുകളൊക്കെ അവർക്ക് ഉത്തരവാദിത്തം കൊടുക്കാതെ പോയി, രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഡ്യൂട്ടി കൊടുക്കാതെ പോയി, ഡെലിഗേറ്റ്സ് ദ ഡ്യൂട്ടികളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഒന്നും അറിയിക്കണില്ല, ഒരു ഭാരവും അറിയിക്കണില്ല. കുട്ടികൾ കംപ്ലീറ്റ് അവർ റീൽസിലായി തീരുക, അവരുടെ റിയൽ ലൈഫ് ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യ അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെടുക. എന്താണോ വേണ്ടത് ഇങ്ങനെ അയച്ചു കൊടുക്കുക. അപ്പം അഫാൻ്റെ കേസിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, പാപ്പ 7 കൊല്ലമായിട്ട് ഗൾഫിലാണ്, 7 കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ സഹധർമ്മിണി ഭാര്യ മകൻ്റെ അടി കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. എന്നിട്ട് ആ ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്ന രംഗം പത്രത്തിൽ റിപ്പോർട്ടായി വന്നു. 7 കൊല്ലത്തിന് ശേഷം ഭാര്യയെ കാണുന്ന രംഗം. ചെറിയ മോൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിന്ന് കരയാൻ, ഹോസ്പിറ്റലിൽ ഓടിപ്പോവുക, അവനെ നിന്നെ അടിച്ചോന് കൊന്നു കളഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരെയും കൊന്നിട്ടുണ്ട്, ഞാൻ എയർപോർട്ടിൽ നിന്ന് വരിക, അന്നൊന്ന് കണ്ടിട്ട് ബാക്കി എന്ത് ചെയ്യണം, ഖബർസ്ഥാനിലേക്ക് പോകാനുണ്ട് എന്ന് ആ സമയത്ത് ആ സംഭവം അറിയാത്ത ഭാര്യയോട് പറയാൻ പറ്റാത്ത നിർനിമേഷനായി നിസ്സംഗനായി നിൽക്കുന്ന ഒരു രക്ഷിതാവെന്ന അബ്ദുറഹീമിൻ്റെ മാനസികാവസ്ഥ ഇനി അങ്ങനെ ഉണ്ടാകണം. ജീവിതം പഠിപ്പിച്ചില്ല, ഉമ്മ കൊടുത്ത് എത്ര കടം വാങ്ങിയാലും വേണ്ടിയില്ല, ഇങ്ങനെ കൊടുക്കന്നെ, കൊടുത്ത് അവസാനം എന്തായി, ഭാരായി മാറി. നമ്മൾ ജീവിതം പഠിപ്പിക്കണം, മക്കൾക്ക് അവരുടെ കഴിവ് കണ്ടെത്തി കൊടുക്കണം, അതിൻ്റെ കൂടെ തന്നെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കണം, മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, തെന്നിമാറുന്ന പഠിപ്പിച്ചു കൊടുക്കണം, അള്ളാനെ പരിചയപ്പെടുത്തണം, ദൈവിക ഭയവും ബോധവും ഉണ്ടാക്കണം, കോംപ്രമൈസ് ചെയ്യരുത് മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരൊക്കെ സക്കാത്തിന് വന്ന് കൂട്ടിയിട്ട കാരക്കയിൽ നിന്ന് ഈത്തപ്പഴ കൂമ്പാരത്തിൽ നിന്ന് വാരിയെടുത്ത് കഴിക്കാൻ പോയപ്പോ പ്രവാചകൻ അങ്ങ് വന്ന് അതങ്ങനെ തുപ്പാൻ പറയാൻ. എത്ര ഗൗരവത്തോടു കൂടിയാണ്. കുട്ടിയല്ലേ, അപ്പോൾ ഒരു ഈത്തപ്പഴം കഴിച്ചിട്ട് എന്താണ് എന്നല്ല മോനെ, അത് നമുക്ക് പാടില്ല, അത് നമുക്ക് ഹറാമാണ്, അഹ്ലു ബൈത്തിന് അത് പാടില്ല, സക്കാത്തിന്റെ വിഹിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം പഠിപ്പിച്ചു കൊടുക്കുക. അന്യായമായത് എടുക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല എന്ന്. അഥവാ അതിൻ്റെ ഗൗരവം എന്താ, നമ്മുടെ ചെറിയ കുട്ടി, ആ കുട്ടിക്ക് പോലും മൂല്യ വിഷയത്തിൽ അതിൻ്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായം നോക്കാതെ മൂല്യങ്ങൾ, സംസ്കാരങ്ങൾ, നന്മകൾ, ധർമ്മങ്ങൾ പകുത്ത് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കണമെന്ന വലിയ ചിന്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരാം. അല്ലാഹനെ കുറിച്ച് ബോധമുണ്ടായി ഈ ജാതി മൂല്യങ്ങൾ അതിൻ്റെ കൂടെ അങ്ങനെ പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തെറ്റുകുറ്റങ്ങളിലേക്കും അവർ പോകൂല. എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ആണ് മോഷ്ടിച്ചതെങ്കിലും അവളുടെ കൈ ഞാൻ വെട്ടിക്കളയുന്ന പറഞ്ഞത്. കിതാഅത്ത് കബ്ദീനാൻ, കരളിൻ്റെ കഷ്ണമായ അവളെ വെച്ചിട്ടാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വെച്ചിട്ടാണ് പ്രവാചകൻ ഏറ്റവും ഗൗരവതരമായ കാര്യം പറയുന്നത്. എൻ്റെ മകളാണ് മോഷ്ടിച്ചതെങ്കിൽ അവരുടെ കൈ ഞാൻ വെട്ടിക്കളയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജാണത്. കാരണം അന്യായമായത്, അധർമ്മത്തിൻ്റെ വഴിയിൽ ഒരു നയാ പൈസ പാടില്ല എന്നാൽ. അതുകൊണ്ട് ഭാര്യമാര് ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ 1 രൂപയാണ് അധ്വാനിച്ച് കൊണ്ടുവരുന്നത് എങ്കിൽ അത് മതി ഞങ്ങൾക്ക്. 1 കോടി ഹറാമായി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ 1 രൂപ ഹലാലായ വഴിയിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. അതായിരിക്കണം നിങ്ങൾ ഞങ്ങളെയും മക്കളെയും ഭക്ഷിപ്പിക്കേണ്ടത്. എങ്കിൽ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. മക്കൾ പറഞ്ഞാൽ കേൾക്കും. കേൾക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഹറാമാണ് ഭക്ഷിപ്പിക്കുന്നത്. കൊടുക്കേണ്ട ഉപദേശവും പ്രായോഗിക ജീവിതവും കാണിച്ചു കൊടുക്കണില്ല. തീറ്റിക്കുന്നതും ഹറാമായി തീരുകയാൽ പിന്നെ കുടുംബത്തിൽ ഭദ്രത ഉണ്ടാകുമോ? ഭക്തി ഉണ്ടാകുമോ? പറഞ്ഞാൽ കേൾക്കോ? അനുസരിക്കുമോ? സർഗാത്മകതയുണ്ടാകുമോ? സമാധാനം ഉണ്ടാകുമോ? സംതൃപ്തി ഉണ്ടാകുമോ? ആലോചിക്കുക നമ്മൾ. അപ്പൊ എന്തൊക്കെയോ എവിടെയൊക്കെയോ പിന്നെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നിടത്ത് ആരെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ കയറി വരുന്നു എങ്കിൽ അത് മൊബൈലാകാം, പ്രണയമാകാം, ലഹരിയാകാം, പലവിധ അഡിക്ഷനുകളാകാം. ശ്രദ്ധിച്ചോളണം, അവസാനിപ്പിച്ചോളണം.
ടൈം നിശ്ചയിച്ചോളണം, രക്ഷാകർത്തൃത്വം ഏറ്റെടുത്തോളണം, ഉറക്കവും ഉണർച്ചയിലും സാക്ഷരത ഉണ്ടാക്കിക്കൊള്ളണം. പ്രഭാത പ്രദോഷ രാവും പകലുമൊക്കെ പ്രവാചകൻ പഠിപ്പിച്ച വിധിവിലക്കുകൾ അനുസരിച്ച് ആക്കിക്കൊള്ളണം. അതല്ലാതെ പഠനമാണ്, പരീക്ഷയാണ്, ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിരുപാധികം അങ്ങ് കൈയഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കാണുന്ന കാഴ്ച മറ്റു പലതുമായിരിക്കും. അത് നമ്മുടെ കുടുംബത്തിൻ്റെ സംതൃപ്തി നഷ്ടപ്പെടുത്തും, അടിവേര് പിഴുതെടുക്കും. കാരണം മൊബൈൽ അങ്ങ് കൊടുത്താൽ അങ്ങനെയാ മാതാപിതാക്കൾ ഒന്നിതിലൂടെയാണ് കുടുംബത്തിൻ്റെ എല്ലാ സമാധാനം നഷ്ടപ്പെടുന്നത്. അതിന് കുട്ടികളുടെ ശല്യം തീർക്കാൻ വേണ്ടി വാപ്പിയും ഇതാണ് കൊടുക്കുക, ഈ സ്ക്രീനാണ് കൊടുത്താൽ പിന്നെ അതിലിരുന്നോളും. ഇത് പണ്ടത്തെ പോലെയല്ല. പണ്ട് കുട്ടികൾ ഗെയിമും കാർട്ടൂണും കാണല് മിക്കി മൗസാണ്. എലി പൂച്ചൻ്റെ പിന്നാലെയും പൂച്ച എലിൻ്റെ പിന്നാലെയും ഓടുന്ന ഗെയിമാണ്. അത് കണ്ടു തീർത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് തരും, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് ചടച്ച് മതി എന്നുള്ള നിലക്കും കണ്ടു തരും. ഇന്ന് അതല്ല, ഇന്ന് ഫയർ ഗെയിമുകളാണ്. എന്താണ് ആ ഗെയിമുകളിൽ? അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പാണ്, നിയമം തെറ്റിക്കലാണ്, ഓവർ സ്പീഡിൽ വാഹനം ഓടിക്കലാൽ, പോലീസിനെ ഇടിച്ചു വീഴ്ത്തലാൽ. സംഭവം പ്രതീകാത്മകമായിട്ടാണെങ്കിലും ഗെയിമാണെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതൊക്കെ സേവ് ചെയ്യപ്പെടുന്നു എന്ന് മനഃശാസ്ത്രം. അപ്പോൾ അവരുടെ കയ്യിൽ വളരെ വേഗത്തിൽ ഗെയിമിൽ വാഹനം ഓടിച്ച, ബൈക്ക് ഓടിച്ച, കാർ ഓടിച്ച ഒരു കുട്ടി ആക്സിലേറ്റർ ഒറിജിനൽ കാറിൽ ചവിട്ടുന്ന സമയത്ത് ഓവർ സ്പീഡിൽ ഓടിക്കും. അതേപോലെ തന്നെ ബൈക്കിൻ്റെ ആക്സിലേറ്റർ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെയാകും. അതെന്താ അതിൻ്റെ കാരണം? അവൻ്റെ മനസ്സിൽ ഇതാണ്, അവൻ കണ്ട കാഴ്ച ഓട്ടോമാറ്റിക്കായി പ്രയോഗവൽക്കരിക്കാൻ ഒരു തൃഷ്ണ ഉണ്ടായിത്തീരും. 3 വയസ്സ് വരെ നിങ്ങൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത്. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ മാക്സിമം അരമണിക്കൂർ, 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെ മാക്സിമം 1 മണിക്കൂർ. അതിനുശേഷം എന്തിനാണ് വാങ്ങുന്നത് മൊബൈൽ, എന്തിനാണ് കൊടുക്കുന്നത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയും ലക്ഷ്യബോധവും ഉണ്ടാകണം. പഠിക്കാനാണോ, ഗെയിമിനാണോ, ഇന്നതിനാണോ, എന്തിനാണ് എന്നതിനെക്കുറിച്ച് അറിയണം. കാരണം 10, 13, 14 വയസ്സാകുമ്പോൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ സമയം നഷ്ടപ്പെടാതെ നിർവഹിക്കുന്ന ഒരു പ്രായത്തിലേക്കൊക്കെ കടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്. എന്നാൽ 3 വയസ്സിന് ശേഷം കൊടുക്കുന്നത് എന്തിനായിരിക്കാം? ഗെയിമിനായിരിക്കും. അപ്പോൾ അത് തീരും കൊടുക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞില്ല. പക്ഷെ അഡിക്റ്റ് ആക്കി തീർക്കരുത്. മൊബൈൽ അഡിക്ഷൻ. തിക്കോടിയിൽ ഒരു ഉമ്മ മൊബൈൽ വാങ്ങി വെച്ചതാണ്, മതി കളിച്ചതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോയി കിടന്നുറങ്ങി. അവസാനം എന്തായി? നമ്മൾ ഈ അയിലയും മത്തിയൊക്കെ ഇങ്ങനെ ഒന്ന് വരയും അല്ലേ? കറി വെക്കുമ്പോൾ എങ്ങനെ പൊരിക്കുന്ന സമയത്ത് ഒന്നിങ്ങനെ മേലെ 4 വര വരക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? എരിവും പുളിയും പിടിക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയാം നമ്മളെ നാട്ടിൽ. അഥവാ മുളകും മഞ്ഞളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 4 വര വരക്കൽ. ഇവന് കത്തിയെടുത്ത് കൊടുത്തിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഉമ്മാൻ്റെ കഴുത്തിൽ 4 വര. അതല്ലേ എന്താ? ഉമ്മ നെട്ടെണീറ്റപ്പോൾ ഇവളുടെ മൊബൈൽ പിടിച്ച് വെച്ചു. കാരണം ഇവന് ഇതിലാണ് ഈ അഡിക്ഷൻ. അല്ല, എൻ്റെ മൊബൈലുകൾ ഞാൻ പിടിച്ചു വെച്ച് ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ പോസാക്കി ഗെയിം കളിച്ച് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. കുട്ടികൾ അങ്ങനെ ഗെയിമിൽ പോലും തോറ്റുവരില്ല. തോൽക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പോസ് ബട്ടൺ നിൽക്കും, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിം കളിക്കും. തോൽക്കാൻ മനസ്സില്ലാത്ത ജീവിതവും ഗെയിമുമാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവരെ മീഡിയകളും സിനിമകളും ഗെയിമുകളും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് അവർ ആവാഹിച്ചു കൊണ്ടിരിക്കുന്നത്, ആർജിച്ചു കൊണ്ടിരിക്കുന്നത്. ആയത്തല്ല, ഹദീസല്ല, നല്ല ക്വാളിറ്റീസ് അല്ല, പ്രവാചക ചരിത്രങ്ങളല്ല, സഹാബികളുടെ സാരോപദേശങ്ങളൊന്നുമല്ല. അവർക്ക് ഇതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ വരിഞ്ഞു മുറുക്കും, കുത്തേണ്ടവരെ കുത്തും. പക വീട്ടാനുള്ളതാണ്. ഇതാണ് സിനിമ പഠിപ്പിക്കുന്നത്. വയലൻസിലേക്ക് സ്വാഗതം. പക വീട്ടാനുള്ളതാണ്. എങ്ങനെ ഉണ്ടാകും? പകാണ്ട് വീട്ടും. പാപ്പാനോടായാലും വീട്ടും, ഉമ്മാനോടായാലും വീട്ടും, ആരോടായാലും വീട്ടിയിരിക്കും. അത് എന്തുകൊണ്ടായാലും കുഴപ്പമില്ല, പക വീട്ടാനുള്ളതാണ് എന്ന്. ഖുർആനിൻ്റെ ഓരത്തുകൂടി പോയിരുന്നെങ്കിൽ, ഖുർആൻ ആ വീട്ടിൽ ഓതി കേൾപ്പിച്ചിരുന്നു എങ്കിൽ ആ വാപ്പ മക്കൾക്ക് ഈ സാരോപദേശം, മോനെ നമ്മൾ ഇസ്ലാമിക ഉമ്മത്താണ്, വിശ്വാസി സമൂഹമാണ്, നല്ല കുടുംബാൻ, ഖുർആനിൻ്റെ അനുയായികളാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നന്മ മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഈ ലോകം തിന്മയുടേതാണ്, സമൂഹം അരാജകത്വത്തിൻ്റെതാണ്, അവിവേകത്തിൻ്റെതാണ്, പകയുടെയും വിദ്വേഷത്തിൻ്റെയും ഈർഷ്യതയുടേതുമാണ്. ബിസിനസ് രംഗങ്ങളിലുണ്ടാകും, കലാലയങ്ങളിലുണ്ടാകും, അതേപോലെ തന്നെ ഗ്രൗണ്ടിലുണ്ടാകും, യാത്രയിലുണ്ടാകും, പല സ്ഥലങ്ങളിലുണ്ടാകും, സോഷ്യൽ മീഡിയയിലുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഖുർആനിൻ്റെ മെസ്സേജ് പഠിച്ചെടുക്കാം. ദേഷ്യം അടക്കിപ്പിടിക്കുന്നവരും ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരുമാണ് ആര്? വിശ്വാസികൾ, സ്വർഗം പ്രതീക്ഷിക്കുന്ന ആളുകൾ ഇവരാണ് എന്ന് പറയാം. അപ്പൊ ദേഷ്യം അടക്കിപ്പിടിക്കുക അല്ലേ, മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക. ഷഹബാസ് കൊല്ലപ്പെടോ? ഇല്ല. പെരിന്തൽമണ്ണയിൽ SLC +2 പഠിക്കുന്ന കുട്ടികൾ തമ്മിലടിക്കോ? ഇനി ഇയർ എൻഡിങ് വരികയാണ്, റമദാനും തീരാൻ പോവുകയാണ്, അതേപോലെ തന്നെ അക്കാഡമിക് ഇയറും അവസാനിക്കാൻ പോകുകയാണ്. പല സ്ഥാപനങ്ങളിലും പോലീസിനെ വിളിച്ച് 1ഉം 2ഉം ജീപ്പ് വരുത്തി വെക്കുകയാണ് മാനേജ്മെന്റ്. കാരണം ഇത് പോകുന്ന സമയത്ത് കുട്ടികൾ എന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് പറയാൻ കഴിയില്ല. അതാണ് പ്രശ്നം. കുറച്ചൊക്കെ ധാർമ്മിക രംഗത്ത് ശിക്ഷണം കൊടുത്തിരുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ കാർക്കശ്യം കാണിച്ചിരുന്ന അധ്യാപകരൊക്കെ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ഒരാഴ്ച മുമ്പ് ലീവ് എടുത്തു പോകും. കാരണം പണി കിട്ടും.
തന്ത വൈബ്, ഫേസ്ബുക്ക് അപ്പൂപ്പന്മാര്, പുതിയ കാലം, തേക്കുക, അങ്ങനെയുള്ള കുറേ പദങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടി കീറിയ കുപ്പാതിട്ട് ബസ്സിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മുമ്പ് ലീവ് എടുത്തു പോകും, 2 ദിവസം മുമ്പ് ലീവ് എടുത്തു പോകും. കാരണം എന്താ? അല്ലെങ്കിൽ പണി കിട്ടും, ഡ്രസ്സ് പടക്കാവും, പിന്നെ ടയർ പഞ്ചറാക്കും, ഇങ്ങനെ പലതും ഉണ്ടാകും. ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. അപ്പോൾ ഇതൊക്കെ എന്താ കാരണം? ഈ ജാതി അക്രമവാസനകളെ ഉണ്ടാക്കുന്നിടത്ത് ആരാണ് സാഹചര്യം ഒരുക്കുന്നത്? പറയില്ല, സാഹചര്യമാണ് തിന്മയിലേക്ക് എത്തിക്കുന്നത്. ഈ ജാതി സാഹചര്യം ഏതാണ്? ആ സാഹചര്യം പക വീട്ടാനുള്ളതാണെന്ന്. കോട്ടയം ജില്ലയിൽ 9ാം ക്ലാസ്സുകാരനെ വിത്തൗട്ടാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച്, കുട്ടികളൊക്കെ കൂടി. എന്താ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഡ്രസ്സൊന്നും ഇല്ലാതെ ഓനാണ് നടത്തിച്ച്, ഒരു കുപ്പായം ഇല്ലാതെ. എന്നിട്ട് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് പോലീസ് അന്വേഷണമൊക്കെ ആയപ്പോൾ അവർ പറഞ്ഞത് എന്താ? ഞങ്ങൾ തെലുങ്കിലെ പുഷ്പ എന്ന് പറയുന്ന ഫിലിമിലെ ഹീറോയിസ് എടുത്തതാണ് എന്ന് പറയാം. മനസ്സിലായില്ലേ? സിനിമയിലെ ഹീറോയിസ് എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ അത് പക വീട്ടാളാണല്ലേ. ഷഹബാസിനെ നെഞ്ചക്ക് കൊണ്ട് ഉമ്മാൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ടോ പറഞ്ഞത്, എൻ്റെ തല വലുതാകുന്നു ഉമ്മ, എൻ്റെ തല പെരുക്കുന്നതായി തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ബോധം കെട്ട് വീണ് ഹോസ്പിറ്റലിലേക്ക് മാറി, ICUവിലേക്ക് എത്തിച്ച് പിന്നീട് ഷഹബാസ് മരിച്ച് മരവിച്ച മയ്യത്തായി മാറിയ കാഴ്ചയാണ് മീഡിയകൾ നമുക്ക് നൽകിയത്. ഉണ്ടല്ലേ? അപ്പം എന്താ? പക വീട്ടാനുള്ളതാണ്. അവരുടെ കയ്യിൽ നെഞ്ചക്കാണ്. എന്താണ് അവർ ഈ പകയും വിദ്വേഷിച്ച് നടക്കാൻ? അതിന് അക്രമത്തിന് നേതൃത്വം കൊടുത്ത കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം ഐക്കണുകളും സോഷ്യൽ മീഡിയ പേജ് ഐക്കണുകളിലും ദക്ഷിണ കൊറിയയിലെ വയലൻസ് സീരീസിൻ്റെ ഐക്കണുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്ന പാട്ട് പോലും അങ്ങനെയല്ലേ? എന്താ പിന്നെ ഈ ചോര ജ്യൂസ് അടിച്ച് കുടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കട്ടച്ചോര ജ്യൂസ് അടിച്ച് കുടിക്കുക. അതൊക്കെ നമ്മളെ മക്കൾ കേൾക്കണം. നല്ല സ്വാലിയായ സന്താനാകും, വലതുൻ സ്വാലി യദുഉ ലഹു ആയിത്തീരും. ഇതൊക്കെ കേൾക്കണത് വേറെയുള്ള ആയത്തദീസൊന്നും കേൾക്കാനൊരു ഭാഗമില്ല. എന്നാ കേൾക്കുന്നത് ഈ ജാതി കാര്യങ്ങളുമാണ്. അങ്ങനെയുള്ള മൊബൈൽ കൊടുക്കൽ, പ്രായ വ്യത്യാസം, എല്ലാ സൗകര്യ സംവിധാനങ്ങൾ, AC-യും BC-യും ഇൻറ്റീരിയർ ഡിസൈനും ഒക്കെ ആയിട്ട് വീടൊക്കെ സൗകര്യപ്പെടുത്തി നല്ല ബെഡൊക്കെ വാങ്ങി കുട്ടികൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവരുടെ മനസ്സിനെ, വൈകാരികതയെ, ആരോഗ്യത്തെ, ഇമോഷണലൊക്കെ നശിപ്പിച്ച് നാമാവശേഷമാക്കി തീർക്കുന്ന കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു, പാടുന്നു, പറയുന്നു. അതാണ് കട്ടച്ചോര ജ്യൂസ് അടിച്ചു കൊടുക്കുക. നമ്മൾ ഈ കട്ടപ്പാൽ ജ്യൂസ് അടിച്ചിട്ട് ഷാർജ ഷെയ്ക്കും ചിക്കു ജ്യൂസൊക്കെ ഉണ്ടാക്കി പിന്നെ ദാഹിക്കുമ്പോൾ കയറി കുടിക്കുക, കൂൾബാറിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ കട്ടച്ചോര ജ്യൂസ് അടിച്ച് കുടിക്കുക എന്ന് പറയുമ്പോൾ അത് LKG LP സ്കൂൾ കുട്ടികൾ വരെ പാടാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ആ പാട്ട് പാടുമ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജും പറയുന്ന മെസ്സേജും എന്താണ്? അപ്പോൾ അവർക്ക് ചോരയോട് അറപ്പും വെറുപ്പും ഉണ്ടാകൂല. അപ്പം ഇങ്ങനെയുള്ള സീനുകൾ, കാര്യങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയണം. അതൊന്നുമല്ല നമ്മുടെ കൾച്ചർ. നമ്മുടെ കൾച്ചർ നന്മയുടേതാണ്, വിട്ടുവീഴ്ചയുടേതാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുന്നതിൻ്റെ അതാണ്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും ശത്രുതയിലും സഹകരിക്കാൻ പാടില്ല. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ അവസാന ഭാഗത്ത് അള്ളാഹ്ക്ക് വിധേയപ്പെട്ട അടിമകളുടെ വിശേഷണം പറയാ. ഞാൻ അള്ളാഹ്ക്ക് വിധേയപ്പെട്ടിട്ടുണ്ടോ? എന്നോടാണ്. എൻ്റെ ഭാര്യ വിധേയപ്പെട്ടിട്ടുണ്ടോ? ഭാര്യയോടാണ്. എൻ്റെ മക്കൾ വിധേയപ്പെടുന്നുണ്ടോ? അവരോടാണ്. അങ്ങനെ നമ്മുടെയൊക്കെ ഭാര്യയോടും ഭർത്താവിനോടും മകനോടും മകളോടും ഒക്കെയാണ് പരമകാരുണികന്റെ അടിമകളാണ് എങ്കിൽ നമ്മിൽ ഉണ്ടായിരിക്കേണ്ട വിശേഷണം ക്വാളിറ്റീസായി മൂല്യമായിട്ട് പഠിപ്പിച്ചു തരികയാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന, അവരങ്ങനെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വിനയാന്യതരായി സഞ്ചരിക്കുമെന്നാണ്. വിനയാന്യതരായി. ഇതെന്താ സഞ്ചാരം? 2 കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടില്ലേ? പെണ്ണ് വരുമ്പോൾ, പെണ്ണ് പോകുമ്പോൾ, നിക്കാഹ് നടക്കുമ്പോൾ, പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ, പുതിയാപ്പള വരുമ്പോൾ അർമാദിക്കുന്ന തെരുവുകളിലെ പ്രക്ഷോഭമുണ്ടാക്കുന്ന, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, റൈസ് നടത്തുന്ന അതും ഇതുമൊക്കെയായിട്ട് എന്തൊക്കെ അഹങ്കാരത്തിൻ്റെ പടവുകളിലൂടെയാണ് ഈ ഉമ്മത്തിലെ മെമ്പർമാർ പോകുന്ന സീനുകൾ, വീഡിയോകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രമേൽ പരിഹാസ്യമാണ്. ഖുർആൻ അതിനനുകൂലിക്കുന്നുണ്ടോ? പ്രവാചകൻ അതിനനുകൂലിക്കുന്നുണ്ടോ? പരമകാരുണികന്റെ അടിമകളുടെ വിശേഷണമാണോ? അത് അല്ല. ഖുർആനിന്റെ ഒരു സൈഡിലേക്ക് അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വന്നിരുന്നു എങ്കിൽ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം ഖുർആൻ ക്ലാസ്സായി നമ്മൾ നമ്മുടെ മക്കൾക്ക് വീടകങ്ങളിൽ എടുത്തു കൊടുത്തിരുന്നു എങ്കിൽ ആ മക്കൾ ഈ ജാതി അപഹാസ്യം കാണിക്കുകയില്ല, അഹങ്കാരം കാണിക്കുകയില്ല. ഭൂമിയിലൂടെ നടക്കുമ്പോൾ വിനയം കാണിക്കുന്നവരാണ്. എന്നാൽ ഞാൻ നടക്കുന്നത് എൻ്റെ നടക്കുന്ന ഭൂമിക്ക് പോലും, നടക്കപ്പെടുന്ന ഭൂമിക്ക് പോലും ഭാരമാകാത്ത വിധത്തിലായിരിക്കും എൻ്റെ സഞ്ചാരം ഉണ്ടാകുക എന്നാണ്.
വല്ല അവിവേകികളും ഏതെങ്കിലും രൂപത്തിൽ എന്നെ പ്രകോപിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ, ബൈക്ക് ഓടിക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ, ക്യാമ്പസുകളിൽ, എല്ലായിടത്തൊക്കെ പ്രകോപിപ്പിക്കാൻ വരുന്ന സമയത്തെ ഹദീസിൽ ഒരു വിശ്വാസിയെ ഒരു വാളത്തുനിന്ന് 2 തവണ പാമ്പടിക്കൂല. അന്നെ വെറുതെ അമിത വേഗത്തിൽ ഓട്ടി വണ്ടി തട്ടിയിട്ടുണ്ട്, പ്രശ്നമായിട്ടുണ്ട്, സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ 9-7 പോയിട്ട് അടി വാങ്ങി, 10 സി പോയിട്ട് വീണ്ടും തലയിട്ട് അവിടെ അടി വാങ്ങി, അങ്ങാടിയിൽ അടി നടക്കുന്നതിൽ പോയി തലയിട്ട് അവിടുന്ന് അടി വാങ്ങി, പൈസ അവിടെയും പോയി ഇവിടെയും പോയി. ഇങ്ങനെയുള്ള ഒരു അപക്വത ഒരിക്കലും ഒരു വിശ്വാസിക്കുണ്ടാകൂല. മകനായാലും മകളായാലും യുവാവായാലും യുവതിയായാലും കൗമാരപ്രായക്കാരനായാലും കൗമാരപ്രായക്കാരിയായാലും, ഇഫ് ഈസ് എ മുസ്ലിം വുമൺ ഓർ മുസ്ലിം ഗേൾ ഓർ ബോയ്, മുസ്ലിം ആണോ പെണ്ണോ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആണ് എങ്കിൽ, കാരണം ഒരു മാളത്തുനിന്ന് ഒരു വിശ്വാസിയെ 2 തവണ പാമ്പ് കടിക്കൂല. വിവേകത്തോടുകൂടി വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ, അവിവേകികളാൽ നിറഞ്ഞ ഒരു ലോകത്ത്, ഒരു ക്യാമ്പസിൽ, ഒരു സമൂഹത്തിൽ പഠിക്കേണ്ടി, ജീവിക്കേണ്ടി, യാത്ര ചെയ്യേണ്ടി വരുന്ന സമയത്ത് സലാമ, സുരക്ഷിതരായിട്ട് അവനവന്റെ കാര്യം സംരക്ഷിതമാക്കി അവിവേകത്തിൽ ചെന്ന് പതിക്കാതെ നന്മക്ക് നേതൃത്വം നടത്തി വിവേകത്തോടെ, വിട്ടുവീഴ്ചയോടെ, വിനയത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ലൈഫ് ലിറ്ററസി, ജീവിത സാക്ഷരത ഉണ്ടാകുന്ന അതിൻ്റെ ഒക്കെ റിസോഴ്സ് സെൻ്ററായിട്ട് നമ്മുടെ വീടകങ്ങൾ മാറണം. അതിന് മാറണമെന്നുണ്ടെങ്കിൽ അതിന് ടാങ്കി വൃത്തിയാക്കണം. മനസ്സിലായില്ലേ? ആ ടാങ്കി വൃത്തിയാക്കിയാൽ പൈപ്പിൽ കിട്ടുന്ന വെള്ളം നന്നാകും. ടാങ്കിയാണ് മാതാപിതാക്കൾ, പൈപ്പാണ് മക്കൾ എന്ന് പറഞ്ഞാൽ, പൈപ്പ് ഇങ്ങനെ തിരിക്കുമ്പോൾ പ്യുവർ വാട്ടർ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ടാങ്കി കച്ചറ വന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദ, അള്ളാഹുമായുള്ള ബന്ധങ്ങൾ, അനുഷ്ഠാനമുറ, നിസ്കാരം, സുബഹി, മഗ്‌രിബ്, ഇശാ, അതേപോലെ സഹജീവി സ്നേഹം, ക്ഷേമ പ്രവർത്തനങ്ങൾ, മനുഷ്യരെ മനസ്സിലാക്കൽ, രക്തബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, വൈവാഹിക ബന്ധങ്ങൾ, ഇതൊക്കെ കൊളാക്കി വെറും ദുനിയാവിൻ്റെ പിന്നാലെ ഓടി തളരുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുക, നല്ല കുടുംബമാകാൻ, സ്വാലിയായ സന്താനാകാൻ 5 കൊല്ലം മദ്രസയിലേക്ക് അയച്ചാൽ മുസാഫിൻ്റെ നടുക്കഷ്ണമായിട്ടുണ്ട് പുറത്തിറങ്ങുന്നത് വെറുതെ. മനസ്സിലായില്ലേ? കാരണം ഇതുവർക്ക് ഇങ്ങനെ കാണണം, വീട്ടിലിങ്ങനെ കാണണം. 7 വയസ്സാകുമ്പോൾ ആ മകൻ്റെ കൈ പിടിച്ചുകൊണ്ട് വാപ്പ സുബൈക്ക് പള്ളിയിലേക്ക് പോകുക. എന്നും പോകണ്ട, ഓവറാക്കണ്ട, മതം ഭാരാക്കണ്ട. മനസ്സിലായില്ലേ? യസ്സിറു വലാ തുഅസ്സിറു, എളുപ്പമുണ്ടാക്കുക, പ്രയാസം ഉണ്ടാക്കരുത്. ഇന്ന ദീന യുസ്റുൻ, ദ റിലീജൻ ഈസ് വെരി ഈസി. മതം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളതാണ് എന്നാണ്. പ്രായപൂർത്തി എത്തിയിട്ടില്ല, പക്ഷേ 7 വയസ്സായിട്ടുണ്ട്. മുറു സിബിയാനക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൽപ്പന കൊടുക്കണം. 7 വയസ്സായാൽ നമസ്കാരം ശീലിപ്പിക്കണം. അപ്പോൾ 7 വയസ്സായി കണ്ടോ, അവന് ടീനേജിലേക്കൊക്കെ പോകാൻ 7 വയസ്സ് വരെ കുട്ടികളുടെ കൂടെ കുട്ടിയായിക്കൊണ്ട് സമയം കൊടുക്കുക. അല്ലേ? വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെ, ഭാര്യയുടെ കൂടെ, കുടുംബത്തിൻ്റെ കൂടെ ഒക്കെ സമയം. വീട്ടിലേക്ക് എത്തിയാലും എഞ്ചിനീയർ ആകരുത്, വീട്ടിലേക്ക് എത്തിയാലും ഡോക്ടർ ആകരുത്, വീട്ടിലേക്ക് എത്തിയാലും തൊഴിലാളി ആകരുത്, വീട്ടിലേക്ക് എത്തിയാലും ബിസിനസ്സുകാരനാകരുത്, വീട്ടിലേക്ക് എത്തിയാലും അധ്യാപകനാകരുത്, വീട്ടിലേക്ക് എത്തിയാലും പ്രഭാഷകനാകരുത്. വീട്ടിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയുടെ ഭർത്താവാണ്, ഞാൻ എൻ്റെ മക്കളുടെ പിതാവാണ്, ഞാൻ എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ മകനാണ്, ഞാൻ എൻ്റെ സഹോദരൻ്റെ സഹോദരനാണ്. ഈ ബോധം ഉണ്ടാകണം. അതല്ലാതെ വീട്ടിലേക്ക് എത്തിയാലും നമ്മുടെ പ്രൊഫഷൻ ഉടയാടകൾ അഴിച്ചു വെക്കാതെ വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, ആർദ്രതയുടെ, അനുകമ്പയുടെ, കാരുണ്യത്തിൻ്റെ, സല്ലാപത്തിൻ്റെ സർഗാത്മകത വിളയിക്കുന്ന വീടകങ്ങളാക്കി മാറ്റാൻ കഴിയില്ല. കോൺക്രീറ്റ് കെട്ടിടങ്ങളായിട്ട് അങ്ങനെ നിലകൊള്ളും. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രവാചകൻ വീട്ടിലേക്ക് എത്തുന്നത് പോലെ പേരക്കുട്ടികളുമായിട്ട് ഒട്ടകമായി കളിക്കുന്ന പിതാമഹൻ എന്ന പ്രവാചകന് ഇന്നിൻ്റെ വല്യുപ്പമാര് പഠിക്കണം. നമ്മളെക്കാളും വലിയ ഉത്തരവാദിത്തം, പരലോകബന്ധിതമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രവാചകനാണ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ഒട്ടകമായിട്ട് കളിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഞങ്ങൾക്ക് പ്രൈം ടൈം, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പ്രവാചകൻ അടുക്കളയിലേക്ക് കയറും, വീട്ടുജോലിയിൽ സഹായിക്കും, ആടിനെ കറുക്കും, ബാങ്ക് കൊടുത്ത ചെരുപ്പ് നന്നാക്കും, ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് പോകുകയാണ്. എൻ്റെ കൂടെ ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട് എന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. പ്രവാചകൻ നയിച്ച ദാമ്പത്യം, പ്രവാചകൻ നയിച്ച കുടുംബജീവിതം ഊശ്വരമായ ഒരു മരുഭൂമിക്ക് സമാനമായിട്ടായിരുന്നില്ല. പ്രവാചകന്റെ വീടകങ്ങൾ സ്നേഹം വിരിയിക്കുന്ന വസന്ത കേന്ദ്രമായിരുന്നു പ്രവാചകന്റെ ദാമ്പത്യവും കുടുംബജീവിതവും എന്ന് പറയുന്നത്. മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പ്രവാചകൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് കൈ കൊടുത്ത് സലാം പറഞ്ഞത്, കൈ കൊടുത്ത് ഏറ്റുവാങ്ങിക്കൊണ്ട് നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്ത് പ്രവാചകൻ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഇരുത്തി, എന്നിട്ട് വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന പ്രവാചകൻ എന്ന പിതാവിനെ നിങ്ങളൊന്ന് ചിത്രീകരിച്ചു നോക്കൂ. അങ്ങനെ സ്നേഹം
നാവിലൊതുക്കാതെ പറയാതെ അറ്റാച്ച്മെന്റിലൂടെ സ്പർശനങ്ങളിലൂടെ പകുത്തു കൊടുക്കുന്ന പിതാക്കന്മാരിൽ നിന്ന് മക്കൾ ഒളിച്ചോടി പോകുമോ, സ്നേഹം തേടി അലഞ്ഞു പോകുമോ, പ്രണയത്തിലേക്ക് ചെന്ന് പതിക്കുമോ, നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ? ഇല്ല. നമ്മുടെ മക്കൾക്ക്, ഇണകൾക്ക് പരിഗണനയും സ്നേഹവും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടണം. അതിന് കുറച്ചൊക്കെ തിരക്ക് മാറ്റിയിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ മൊബൈലും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് സമയം കൊടുക്കണം. ഇന്ന് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ഈ മൊബൈലാണ്. ഒരു 15 മിനിറ്റ് പോലും മക്കൾക്കും മാതാപിതാക്കൾക്കും മനസ്സ് തുറന്ന് സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിക്കാൻ പോലും പറ്റുന്ന സംവിധാനങ്ങളുള്ള, സൗഹൃദങ്ങളുള്ള എത്ര വീടുകളുണ്ട്? പലപ്പോഴും ഇല്ല. എല്ലായിടത്തും ഈ മാങ്ങയും പിന്നെന്താ സാംസങ്ങും ആപ്പിളും ഒക്കെ ആയിട്ട് ഈ ജാതി ഫോണുകളാണ്. എന്നിട്ട് വല്യമ്മ പോലും പറയുക 12 മണി ആയിട്ടുള്ളൂ, ഇതിങ്ങനെ തിരിയാണല്ലോ, യൂട്യൂബിൽ ബഫർ ചെയ്യുക, അപ്പം അങ്ങനെ തിരിയാണ്, ഇതിങ്ങനെ കാണില്ല, തിരിയാണ്. എന്താ 8 മണിക്ക് തുടങ്ങിയതാ, 2 GB 1.5 GB ആകുള്ളത്, കംപ്ലീറ്റ് ഉച്ചാവും ലോഹറാകുമ്പോഴത്തിന് തീർത്തുക്കണേ, എന്നിട്ട് ഇതിങ്ങനെ തിരിയാന്നാ, ഈ ബാക്കി നാളേനും ശരിയല്ലേ? അപ്പം ഇതിങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഉള്ളിലാണ്. കാരണം ശരീരം അവിടെ അടുത്താ, ബെഡ്റൂമിലുണ്ട്, സിറ്റ് ഔട്ടിലുണ്ട്, അടുക്കളയിലുണ്ട്, നമ്മൾ ഇൻറ്റീരിയർ എക്സ്ട്രാ ഡിസൈനും കൊണ്ട് അടിപൊളിയാക്കുക വീട്ടിൽ നമ്മളെ മക്കളും എല്ലാവരും ഉണ്ട്. പക്ഷേ മനസ്സുകൊണ്ട്, സ്നേഹം കൊണ്ട് കിലോമീറ്ററുകൾ അകലെയാണ്. കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക രാജ്യത്തിന് അപ്പുറത്തുള്ള ആൾക്കാരായിട്ട്. സ്വന്തം സഹോദരൻ, സ്വന്തം സഹോദരി, വാപ്പ, ഉമ്മ അവരൊക്കെ ഇങ്ങനെ കയ്യെത്തും ദൂരത്തുണ്ട്. പക്ഷെ അവരായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ല, സംസാരമില്ല, സ്നേഹമില്ല, പെരുമാറ്റം അറിയില്ല, ഇതൊന്നും അറിയില്ല. വാപ്പ വീട്ടിൽ വന്നാലേ ചോദിക്കുക, എൻ്റെ മോനോട് ഞാൻ പറഞ്ഞാൽ ഉമ്മാനായിട്ട് തിരക്കുണ്ടാക്കുക, ഭർത്താവിനെ ഭാര്യനായിട്ട് മനസ്സിലായില്ലേ? മോന് കുറച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് ഞാൻ വരും. അപ്പം അങ്ങനെ പറയും, വാപ്പാനോട് നിങ്ങൾ ആ ചെങ്ങാനോട് പറഞ്ഞാളി, ആര്? വാപ്പാനോടെ നിങ്ങൾ ആ ചെങ്ങാനോട് പറഞ്ഞാൽ അഭിതാ. മകനും വാപ്പയും തമ്മിൽ സംസാരമില്ല. ഖുർആൻ എന്താ പഠിപ്പിക്കണത്? യാ ബുനയ്യ, എൻ്റെ പൊന്നു മകനെ, യാ അബത്തി, എൻ്റെ പൊന്നു പിതാവേ. അപ്പോൾ ഈ പ്രശ്നം എന്താ? ഇതൊക്കെ ഖുർആനൊക്കെ മാറ്റിവെച്ച് എന്നിട്ട് ഈ വക കാര്യങ്ങളുടെ പിന്നാലെ ഓടി അവസാനം സമ്പത്തും കാര്യം കുറച്ചുണ്ടാവും, പക്ഷെ മക്കളുണ്ടാകൂല, മൊറാലിറ്റി ഉണ്ടാകൂല, സന്തോഷം ഉണ്ടാകൂല, സംതൃപ്തി ഉണ്ടാകൂല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സമാധാനം, സംതൃപ്തിയും പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കണമെന്നല്ല. പലരും വിചാരിച്ചത് കുറേ സമയം യൂട്യൂബും വാട്സപ്പും റീൽസും കണ്ടാൽ സമാധാനവും സ്നേഹവും സംതൃപ്തിയും ഡൗൺലോഡ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന ഹൈപ്പർ മാർക്കറ്റുകളിൽ ചെന്ന് സമാധാനവും സ്നേഹവും കാരുണ്യവും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തെടുക്കാനും സാധ്യമല്ല. ബ്രിട്ടനിലെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നു എന്നാണ്. എത്രത്തോളം ഓതൻറ്റിക്കാണെന്ന് എനിക്കറിയില്ല, പറയപ്പെടുന്നു അങ്ങനെയാണ് എന്ന്. അപ്പോൾ ആ മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എനിക്ക് സന്തോഷിക്കാനുള്ള വകുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൽകണമെന്ന്. അപ്പോൾ ആ മനഃശാസ്ത്ര വിശാരദൻ, ആ ഡോക്ടർ പറഞ്ഞ്, ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് ഒരു സിനിമാ തിയേറ്റർ ഉണ്ട്, അവിടെ ഇപ്പോൾ ഒരു ഷോ കളിക്കുന്നുണ്ട്, അവിടെ അത് കണ്ടാൽ മതിയെന്ന്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്താ അപ്പോൾ അവിടെ അങ്ങനെ സന്തോഷം കിട്ടാൻ മാത്രമെന്ന്? ചാർലി ചാപ്ലിൻ്റെ ഫിലിമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ പോയാൽ എന്തായാലും എന്ത് ചെയ്യും? ചിരിക്കും, സന്തോഷിക്കും, അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വരുന്ന പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഈ വന്ന മനുഷ്യൻ പറഞ്ഞേ, ഐ ആം ചാർലി ചാപ്ലിൻ, ഞാൻ ചാർലി ചാപ്ലിനാണ് എന്ന് പറഞ്ഞു വരുന്നത്. ഇതാണ്, മനുഷ്യൻ ഇങ്ങനെ അലയാണ് സമാധാനത്തിനും സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഇത് കസ്തൂരിമാനെ അതിൻ്റെ കസ്തൂരി അറിയില്ല എന്ന് പറയുന്നത് പോലെ ഈ ഉമ്മത്ത് സമാധാനം തേടിയിട്ട്, സാറ്റിസ്ഫാക്ഷൻ തേടി എവിടെ അലയേണ്ട ആവശ്യമില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രകൃതിപരമായ ദീനിലുണ്ട്. അത് കുടുംബത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രായത്തിനനുസരിച്ച് ഓരോരുത്തരും ദാമ്പത്യത്തിലേക്ക് സെലക്ഷൻ നടത്തുമ്പോൾ ദീനീ ബോധമുള്ളവളെ സെലക്ഷൻ നടത്തുക. വലിയ ചെറുക്കനെ കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും ദീനീ ബോധമുള്ളവനെ കണ്ടെത്തുക. എന്നിട്ട് ആ 2 പേരങ്ങനെ ദാമ്പത്യത്തിലേക്ക് നയിക്കുക. അവർക്കതാ അവരുടെ രക്തം പങ്കിടുമ്പോൾ സ്റ്റാറായിട്ട് അടുത്ത മകനോ മകളോ ഉദിച്ചുയരുകയാണ്. ആ മക്കൾക്ക് അങ്ങനെ പാരൻറ്റിങ് കൊടുക്കുക. മക്കളും മനസ്സിലാക്കുക, നമുക്കൊരു രൂപവും കാലവും അല്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടി എല്ലാം പകുത്തു നൽകിയ രക്ഷിതാക്കളെ വഞ്ചിച്ച് എവിടേക്കാണ് പ്രണയം എന്ന പേരിൽ ഇറങ്ങിത്തിരിക്കുന്നത് എന്ന്. ബീജവും അണ്ടവും സംയോജിച്ച് മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു സിക്താണ്ഡമായിട്ടുണ്ട് എന്ന് ഡോക്ടർ അറിയിക്കുന്ന കാലം മുതൽ നമുക്ക് വേണ്ടി കാരുണ്യത്തോടെ കരുതി നിന്നവരാണ്. അടക്ക അനക്ക ഉറക്ക ഉണർച്ചകളെയൊക്കെ തർത്തീബാക്കിയവരാണ് നമ്മുടെ ഉമ്മമാരി എന്ന് പറയുന്നത്. വാപ്പ സംരക്ഷണം കൊടുത്തതുമാണ്. പിന്നെ 15ഉം 16ഉം വയസ്സൊക്കെയായിട്ട് ഒരു രൂപവും കോലവും ആയപ്പോൾ കണ്ണടിക്കാനും മെസ്സേജ് കൈമാറാനും വാട്സപ്പ് സ്റ്റിക്കർ അയക്കാനും ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കാനും കഫ്റ്റീരിയയിൽ കൊണ്ടുപോകാനും ഒക്കെ ആളുണ്ടായിട്ടുണ്ടാകും. അത് ശരീരഘടനക്കനുസരിച്ച് പ്രത്യക്ഷ സൗന്ദര്യം അനുസരിച്ച് കൂടും. പക്ഷേ ഒരു രൂപമോ സൗന്ദര്യമോ കോലമോ ഇല്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടി കരുതി കാത്തിരുന്നവരെ വഞ്ചിച്ച് ഏതൊക്കെ സുഖസുഷുപ്തിയിലേക്ക്, ഏതൊക്കെ ഇംഗിതങ്ങളിലേക്ക്, പുതിയ കാല ലിബറലിസ്റ്റ് LGBTQ തോന്നിവാസ ചിന്താഗതികൾക്ക് വഴിപ്പെട്ട് മൈ ബോഡി ഈസ് മൈ ചോയ്സ്, മൈ ബോഡി ഈസ് മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, എൻ്റെ ശരീരം എൻ്റെ ചോയ്സാണ്, എൻ്റെ കല്യാണം എൻ്റെ തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇനിയും
ശിബിലയുടെ ഗതി ഉണ്ടാകാൻ പാടില്ല. കാരണം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. മാതാപിതാക്കളുടെ തൃപ്തി നഷ്ടപ്പെടുത്തി വേറെ എന്ത് നേടിയെടുത്താലും ഇഹത്തിലും ജയിക്കാൻ പോണില്ല, പരലോകത്തും രക്ഷപ്പെടാൻ പോണില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മക്കളോട് അങ്ങോട്ടായിരുന്നാലും, മക്കൾ മാതാപിതാക്കളോട് ഇങ്ങോട്ടായിരുന്നാലും, ദാമ്പത്യ ജീവിതത്തിലൊക്കെ ആയിരുന്നാലും അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ച വിധിവിലക്കുകൾ പാലിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സമാധാനവും സംതൃപ്തിയൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൻ്റെ ഇമ്പം എന്ന് പറയുന്നത്. മറ്റുള്ളതൊക്കെ വന്നു പോകാനുള്ളതാണ്. ദീനി എന്ന് പറഞ്ഞാൽ എന്നൊന്നും നിലനിൽക്കാനുള്ളതാണ്. മരിച്ചു കഴിഞ്ഞാലും നമുക്ക് അസറ്റായി തീരുന്നതാണ്. അങ്ങനെ തർബിയത്ത് കൊടുത്ത് നല്ല മക്കളെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ദുനിയാവിലും ഇസ്സത്താണ്, മരണത്തിന് ശേഷവും വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകനും മകളെയും ഉണ്ടാക്കിയെടുക്കുന്ന വിദ്യാഭ്യാസം കൂടി, ചർച്ചകൾ കൂടി നമ്മുടെ വീടകങ്ങളിൽ നടക്കണം. അതുകൊണ്ട് 7 വയസ്സായാൽ നമസ്കാരം ശീലിപ്പിക്കുക, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ അദബുകളും അച്ചടക്കങ്ങളൊക്കെ പഠിപ്പിക്കുക, 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ നിങ്ങൾ കുട്ടികളുടെ ചങ്ക് ബ്രോസ് സുഹൃത്തുക്കളായിത്തീരുക, എല്ലാം തുറന്നു പറയാനുള്ള അവസരം കൊടുക്കുക. അങ്ങനെ അങ്ങനെ അഖീദയും അഖ്ലാഖും തസ്കിയത്തും തർബിയത്തും ഒക്കെ വേണ്ട വിധത്തിൽ കൊടുത്ത് വളർത്ത് വലുതാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ആ മക്കൾ ഒരിക്കലും സമൂഹത്തിനോ രാജ്യത്തിനോ കുടുംബത്തിനോ മാതാപിതാക്കൾക്കോ ഭാരമായി തീരുകയില്ല. അതുകൊണ്ട് ലക്ഷ്യം നിർണയിച്ച് കൂടിയാലോചന നടത്തിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഇസ്ലാമിക ചരിത്രവും മുന്നിൽ വെച്ചുകൊണ്ട് പുതിയ കാല കുടുംബജീവിതത്തെ ഒരു പുനരാലോചനക്ക്, ആത്മവിമർശന വിചാരണക്ക് വിധേയമാക്കണം. വിശുദ്ധ റമദാനിലാണ് നമ്മൾ, അവസാനത്തെ 10ലാണ് നമ്മൾ. ഇത് ഏറ്റവും ഗോൾഡൻ ചാൻസ് കൂടിയാണ്. ഇനി വരാനുള്ള 11 മാസക്കാലം എത്രമേൽ കലുഷിതമായി തീരും, അധാർമികവൽക്കരിക്കപ്പെടും എന്ന് ഞാൻ പറയേണ്ടതില്ല. റമദാനിൻ്റെ സമീപം പോലും നടന്നുകൊണ്ടിരിക്കുന്ന അന്യായങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇനി റമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ പിശാചുക്കൾ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തുവിടപ്പെടുകയാണ്, സ്വർഗ കവാടം അടക്കപ്പെടുകയാണ്, നരക കവാടം തുറക്കപ്പെടുകയാണ്. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെയും മക്കളുടെയും ഒക്കെ ദീനീ ബോധം, ആത്മീയ ബോധം, ധർമ്മനിഷ്ഠ, അനുഷ്ഠാനനിഷ്ഠ, നമസ്കാരം, അഖീദ, ഇതൊക്കെ അങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ എവിടേക്ക് എത്തിച്ചേരും എന്നതിൽ നമുക്ക് ആശങ്കയുണ്ടാകണം. ആ ആശങ്ക പ്രവർത്തനമായി വരണം. ആ പ്രവർത്തനയിൽ പ്രയോറിറ്റി സമയത്ത് കൊടുക്കേണ്ടത് ഇഅ്തികാഫാണ്. ഒരു 24 മണിക്കൂറെങ്കിലും ദുനിയാവിനോട് മാറി നിന്നുകൊണ്ട്, കഴിഞ്ഞ വർഷം ഒരു ദിവസമാണ് ഇഅ്തികാഫ് ഇരുന്നത് എങ്കിൽ മാറിയ പുതിയ കാലത്ത് തൗഹീദും തവക്കുലും തസ്കിയത്തും തർബിയത്തും തഖ്വയും ഒക്കെ കൈമുതലാക്കി ധർമ്മനിഷ്ഠയോടെ, ദീനീബോധത്തോടെ, പക്വതയോടെ ഇനി ഈ കാലത്ത് ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഈമാനിൻ്റെ ഇന്ധനം കുറച്ച് കൂടുതൽ നിറയ്ക്കേണ്ടതുണ്ട്. ഇസ്ലാമിക വൈജ്ഞാനിക ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. ചില സൂറത്തുകളിലൊക്കെ അതിൻ്റെ അർത്ഥ വിശകലനത്തോടെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് യഖീനാകുന്ന അഖീദയിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ മക്കളുമായിട്ടുള്ള മജ്ലിസ് നടത്തേണ്ടതുണ്ട്. ആൺകുട്ടി പെൺകുട്ടി എന്ന നിലക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ വരുമ്പോൾ ആൺകുട്ടി ആരാണ്, പെൺകുട്ടി ആരാണ്, ഇന്ന പ്രായമെത്തുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെക്കുറിച്ചുള്ള ധർമ്മബോധമൊക്കെ കൊടുക്കണം. അപ്പം അതിനുവേണ്ടി 2 ദിവസം ഇഅ്തികാഫ് ഇരിക്കേണ്ടി വരും, അതല്ലെങ്കിൽ 1 ദിവസം ഇഅ്തികാഫ് ഇരിക്കേണ്ടി വരും. എന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള പ്രാർത്ഥന പഠിക്കേണ്ടി വരും. കുടുംബ സംവിധാനത്തിൻ്റെ ഗൗരവം ഉണർത്തേണ്ടി വരും. ജീവിതത്തിൽ നിർവഹിക്കേണ്ട നിയോഗങ്ങളെക്കുറിച്ച് അറിയിപ്പുകൾ നടത്തേണ്ടി വരും. അങ്ങനെ ദിക്ർ ദുആകളൊക്കെ പഠിച്ചെടുത്ത് പ്രമാണങ്ങൾ മനസ്സിലാക്കി ലോകത്തെ തിരിച്ചറിഞ്ഞ് വരാനുള്ള 11 മാസക്കാലം അങ്ങനെ പ്രവേശിച്ച്, അല്ലെങ്കിൽ അങ്ങനെ റമദാനിനെ യാത്രയാക്കാനുള്ള ഉത്ബുദ്ധത ഞാൻ കാണിക്കേണ്ട സമയമാണ് എന്ന ചിന്ത ഈ എണ്ണപ്പെടുന്ന മണിക്കൂറുകളിൽ നമുക്ക് ഉണ്ടാകണം. അത് വലിയ രക്ഷാകർതൃത്വം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ദീനിൻ്റെ മേഖലയിൽ ചിന്തിക്കുകയും ദീനീ മേഖലകളിലൂടെ പുതിയ കാല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും തിന്മകളെ പ്രതിരോധിക്കുകയും അങ്ങനെ കുടുംബജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും സ്നേഹവും തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കളിൽ, വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ സാമൂഹിക ഉപജീവന മേഖലകളിലെല്ലാം നീ ബറക്കത്ത് പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുവേ, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരയണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ റമദാനിക ജീവിതത്തിൽ നിർവഹിച്ച എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റേതായ പ്രതിഫലം നൽകി നീ കബൂൽ ചെയ്യണമേ നാഥ. അല്ലാഹുവേ, ആത്മീയ ചൂഷണങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അധർമ്മങ്ങൾ, ആഭാസങ്ങൾ
അശ്ലീലതകൾ അരങ്ങ് തകർക്കുന്ന ഒരു ലോകക്രമത്തിൽ സാമൂഹിക ചുറ്റുപാടിലാണ് നാഥ ഞങ്ങൾ കുടുംബജീവിതം, വിദ്യാഭ്യാസ ജീവിതം, സാമൂഹിക ജീവിതം, സാംസ്കാരിക സാമ്പത്തിക രംഗമൊക്കെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മത്തിൻ്റെയും നന്മയുടെയും പക്ഷത്ത് നിലയുറപ്പിക്കുവാനുള്ള സന്മാർഗ സ്ഥിരത, സൽക്കർമ്മനിരത ഞങ്ങൾക്കും മക്കൾക്കും നീ നൽകണമേ നാഥ. അള്ളാഹുവേ, കുടുംബജീവിതത്തിൻ്റെ ഭദ്രത മരിക്കുവോളം ലഭിക്കപ്പെടുകയും സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കുവാനുള്ള പ്രവേശന സൗഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അള്ളാഹുവേ, മരണത്തിന് ശേഷം മക്കളുടെ പ്രാർത്ഥന ലഭിക്കുന്ന അനുഗ്രഹീതരായ രക്ഷിതാക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. മരിച്ചു പിരിഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കൾ അവരിന്ന് ബർസഖിയായ ലോകത്താണ്. അള്ളാഹുവെ, നന്നേ ചുരുങ്ങിയ ഐഹിക ലോകത്ത് വളരെ പരിമിതമായ കാലത്ത്, സൗകര്യങ്ങളുള്ള കാലത്ത് മക്കളായ ഞങ്ങൾക്ക് വേണ്ടി പലതും പകുത്തു നൽകിയ മാതാപിതാക്കൾ അവരിന്ന് ബർസഖിലാണ്. നാഥ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അള്ളാഹുവെ, സ്വർഗ കവാടം അവരുടെ ബർസഖിലേക്ക് നീ തുറന്നു കൊടുക്കണമേ നാഥ. അള്ളാഹുവെ, ദാമ്പത്യ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പലരും ഞങ്ങൾക്കിടയിൽ നീ മവദ്ദത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ, മക്കൾ പരീക്ഷണമായി കൊണ്ടിരിക്കുന്ന കാലമാണ്. ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു 10 കൊല്ലം പിന്നിട്ട് ദാമ്പത്യത്തിൽ കുഞ്ഞെന്ന സൗഭാഗ്യം ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദമ്പതികളുടെ ടെൻഷൻ ഞങ്ങൾക്കറിയാവുന്നതാണ്. അള്ളാഹുവെ, അതിനേക്കാളും വലിയ ടെൻഷനാണ് മക്കളുള്ള മാതാപിതാക്കൾ പലപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ കാലത്ത്. അള്ളാഹുവെ, മക്കൾ ഭാരമായി തീരാതെ കൺകുളിർമയായി ഇഹത്തിലും പരത്തിലും മാറുന്ന സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. അള്ളാഹുവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ജനങ്ങൾ, ഫലസ്തീനിൻ്റെ മണ്ണ് പറയാൻ പറ്റാത്ത പരീക്ഷണത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അള്ളാഹുവെ, അവർക്ക് നീ അതിജീവനം നൽകണമേ നാഥ. അള്ളാഹുവെ, അവിടെ നിന്ന് കൊല്ലപ്പെട്ടവർക്ക് 10 മടങ്ങ് മനുഷ്യരെ ആ മണ്ണിൽ നീ നിശ്ചയിക്കണമേ നാഥ. ജന്മനാടിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നാഥ അവർ. അള്ളാഹുവെ, അവർക്ക് ആ മണ്ണ് നീ തിരിച്ചു നൽകണമേ. സാമ്രാജ്യത്വ സയനിസ്റ്റ് സമൂഹത്തിൻ്റെ അജണ്ടകൾ, അവരുടെ കുതന്ത്രങ്ങളെ നിന്റെ തന്ത്രം കൊണ്ട് നീ തകർക്കണമേ നാഥ. പോരാളികൾക്ക് നീ സ്ഥൈര്യവും ധൈര്യവും നൽകണമേ നാഥ. അള്ളാഹുവെ, ആ മണ്ണിന് നീ വിമോചനം സാധ്യമാക്കണമേ റബ്ബേ. അള്ളാഹുവെ, അരക്ഷിതമായ അത്തരത്തിലുള്ള സാമൂഹിക സാഹചര്യങ്ങളെ നീ സംരക്ഷിതമാക്കി തീർക്കണമേ റബ്ബേ. ഞങ്ങളുടെ പ്രദേശത്ത്, രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി കോപ്പുകൂട്ടുന്ന കുബുദ്ധികൾ അള്ളാഹുവെ, നീ അതിനെയൊക്കെ ഇല്ലാതാക്കി തീർക്കണമേ. സഹവർത്തനത്തിൻ്റെ, മാനവികതയുടെ, മൈത്രിയുടെ മണ്ണാക്കി മനസ്സാക്കി ഞങ്ങളുടെ രാജ്യത്തെയും ജീവിക്കുന്ന പ്രദേശത്തെയും ഒക്കെ നീ നിലനിർത്തണമേ റബ്ബേ. അള്ളാഹുവെ, ആഫിയത്തോടെ ആരോഗ്യത്തോടെയുള്ള സുസ്ഥിതി ഞങ്ങൾക്ക് നീ നിലനിർത്തി തരയണമേ നാഥ. രോഗം കൊണ്ട് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന പലരും ഞങ്ങൾക്കിടക്കുണ്ട്. മാതാപിതാക്കളിൽ, മക്കളിൽ, ഭാര്യമാരിൽ, ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് വിവിധ മരുന്നും ചികിത്സയുമായി യാത്ര തിരിക്കുന്നവർ, കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവെ, അവർക്കൊക്കെ അഭൗതികമായ ശമനം നീ പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا في فلسطين، اللهم كن نسيرا ومعينا للمجاهدين في هذه المنطقة المظلومة. اللهم دمر وشتت ومزق أعداءك وأعداءنا وأعداءهم وأعداء السلم والسلام والتعايش والإسلام والإحسان والعدل والإنسانية. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم إنا نسألك العفو والعافية من ديننا ودنيانا وأهلنا ومالنا. ربنا تقبل دعاءنا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو كريم تحب العفو فاعف عنا. ربنا تقبل دعاءنا، ربنا تقبل صيامنا وقيامنا وتلاوتنا وصدقاتنا وزكاتنا وصالح أعمالنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.
സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.